യോബ് 24-ാം അധികാരത്തിൻ 1-ാം വചനം. യോബിന്റെ പുസ്തകം 24:1. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? சர்வவல்லவருக்கு காலங்கள் மறைக்கப்படாதிருக்க அவரை அறிந்தவர்கள் அவர் நியமித்த நாட்களை அறியாதிருக்கிறது என்ன? நாம் சர்வ வல்லமுள்ளதான தேவன் நமக்காக நியமித்திருக்கிற நாட்களை நாம் நன்றாக அறிந்திருக்க வேண்டும். സർവശക്തൻ നമുക്കായി നിയമിച്ചിരിക്കുന്ന സമയങ്ങളെ നാം നന്നായി അറിയുന്നവരായിരിക്കണം. ஆண்டவர் இந்த கிருபையின் நாட்களை, രക്ഷണീയ നാட்களை ஆண்டவர் நமக்கு ஈவாக தந்திருக்கிறார். ഈ കൃപായുഗത്തിൽ രക്ഷാ ദിവസങ്ങളെ കർത്താവ് നമുക്ക് സൗജന്യമായി ദാനമായി നൽകിയിരിക്കുകയാകുന്നു. இந்த രക്ഷണീയ നാட்களில் ജീവിக்கிற நாம் பாக்கியவான்களா இருக்கிறோம். ഈ രക്ഷാ ദിവസത്തിൽ ജീവിക്കുന്ന നാം എല്ലാവരും ഭാഗ്യശാലികളാണ്. நியாயப்பிரமாண நாட்களில் வாழ்ந்தவர்கள் மிகவும் கடுமையான சூழ்நிலையில் வாழ்ந்தார்கள். ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ വളരെ കഠിനമേറിയ സാഹചര്യങ്ങളാകുന്നു ജീവിച്ചത്. കണ്ണുക്ക് കണ്ണും പല്ലുക്ക് പല്ലും കൊടുക്ക വേണ്ടിയதாக இருந்தது. കണ്ണിന് പകരം കണ്ണിന്, പല്ലിന് പകരം പല്ല് എന്നായിരുന്നു അന്ന് പ്രമാണം. ന്യായപ്രമാണ കാലം ഒരു കടുமையான കാലமாக இருந்தது. ന്യായപ്രമാണ യുഗം എന്നത് വളരെ കഠിനതയേറിയ കാലഘട്ടമായിരുന്നു. ஆனால் நாம் ஜீவிக்கின்றதான இந்த ரட்சணீய நாட்கள், இந்த கிருபையின் காலம் மிகவும் ஆசீர்வதிக்கப்பட்ட நாட்கள். എന്നാൽ നാം ജീവിക്കുന്ന ഈ രക്ഷാ ദിവസം, ഈ കൃപയുടെ ദിവസങ്ങൾ അത് വളരെ അനുഗ്രഹീതമായ ദിവസങ്ങളാകുന്നു. നാം ഒவ்வொரு നാളെയും നമ്മുടെ രക്ഷണീയ നാളാக നടത്തിക്കൊള്ള வேண்டும். ഓരോ ദിവസത്തെയും നമ്മുടെ രക്ഷാ ദിവസമെന്ന് നാം ഏറ്റെടുത്തുകൊള്ളണം. ഇന്നേ രക്ഷണീയ നാൾ, ഇതാകുന്നു രക്ഷാ ദിവസം. ഇതുവേ അനുഗ്രഹ കാലം, ഇതാകുന്നു സുപ്രസാദ കാലം. നാളെ നമ്മുടെ നാളല്ല. നാളെ എന്നുള്ളത് അത് നമ്മുടെ ദിവസമല്ല. ഇന്നുതാൻ നമ്മുടെ നാൾ. ഇന്നാകുന്നു നമ്മുടെ ദിവസം. നാളേക്ക് എന്നെ നടക്കും എന്നത് നമുക്ക് தெரியாது. നാളെ എന്തെല്ലാം നടക്കുമെന്ന് നാം അറിയുന്നില്ലല്ലോ. നാളെ കർത്തരുടെ കരത്തിൽ ഇരിക്കുന്നത്. നാളേക്ക് എന്നുള്ളത് അത് കർത്താവിന്റെ കരങ്ങളിലാകുന്നു. നാം നാളേക്കാக കവലപ്പെടാതിരിക്ക வேண்டும். നാം നാളേക്കായി വിചാരപ്പെടുന്നവരായിരിക്കരുത്. നാം കവലപ്പെടുന്നതിനാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുഴത്തെ കൂട്ടവോ കുറയ്ക്കവോ முடியாது. നാം വിചാരപ്പെടുന്നതിനാൽ അതിനോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും കഴിയുകയില്ലല്ലോ. നാളെ ദിനം തന്നുടേതുക്കാக കവലപ്പെടും. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. നാം നാളെ ദിനத்துக்காக കവലപ്പെടാതിരുப்போம் என்றால் നാളെ ദിനം നമുക്ക് എന്നെ കൊടുക്ക வேண்டும் என்று അത് തന്നുടെ നാളുക്കാக കവലപ്പെടുമോ? നാളേക്കായി നാം വിചാരപ്പെടുന്നുവെങ്കിൽ ആ നാളത്തെ ദിവസം നമുക്ക് എന്ത് നൽകണമെന്ന് അത് വിചാരപ്പെടുവാനിടയാകും. இந்த രക്ഷണീയ നാളിലെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിപ്പിൻ പൂർണ്ണത്തെ നാം അടഞ്ഞു കൊള്ള வேண்டும். ഈ രക്ഷാ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷാപൂർത്തി നാം പ്രാപിക്കണം. ക്രിസ്തുവിനാൽ സഡതിയാക വെളിപ്പെടും. യേശു ക്രിസ്തുവിന്റെ ദിവസം എത്രയും വേഗം വെളിപ്പെടുവാൻ പോകുന്നു. അവൻ തിരഞ്ഞു വരുന്നത് പോലെ വരുവാർ. അവൻ കള്ളൻ വരുന്നത് പോലെ വരുവാൻ പോകുന്നു. അன்றைக்கு നാം ക്രിസ്തുവിൻ ആളെ സന്ധിത്ത് അവിടെ വരികിൽ നാം എടുത്തുകൊള്ളപ്പെട வேண்டும். ആ ദിവസം ക്രിസ്തുവിന്റെ ആ ദിവസത്തിൽ നാം അവനെ എതിരേറ്റ് അവനോടുകൂടി ആയിരിക്കണം. ദേവന്റെ ജനങ്ങൾ ക്രിസ്തുവിന്റെ സഭை മണവാട്ടിയാകി അവരുടെ സഭை എടുത്തുകൊള്ളപ്പെട്ടതാണ്. அந்த நேரத்தில் தான் கர்த்தருடைய நாளாகிய உபத்திரவ நாள் ഉണ്ടാകും, ഉപദ്രവ കാലം ഉണ്ടാകും എന്ന് നാം കേൾവിപ്പെട്ടു. കർത്താവിന്റെ മണവാട്ടിയായ തിരുസഭ എടുത്തുകൊള്ളപ്പെടുന്ന ആ സമയം മുതൽ അതിനുശേഷമാകും യഹോവയുടെ ദിവസമെന്ന ഉപദ്രവ കാലഘട്ടം ഈ ഭൂമിയിൽ ആരംഭിക്കുന്നത്. ஆண்டவர் அந்த உபத்திரவ காலத்தை 7 ஆண்டுகளாக வைத்திருக்கிறார். ദൈവം ആ ഉപദ്രവ പീഡാകാലത്തെ 7 വർഷങ്ങളായി കുറിച്ചിരിക്കുന്നു. அந்த 7 வருட உபத்திரவ காலத்துக்கு பின்பு அந்த சாத்தானுடைய வல்லமைகள் கட்டப்பட்டு பாதாளத்தில் தள்ளப்பட்ட பின்பு தேவனுடைய நாள் இந்த பூமியிலே സ്ഥാപിക്കപ്പെടും. ആ 7 വർഷത്തിന് ശേഷം സാത്താനെ ബന്ധിച്ച് അഗാധ ഗോപത്തിൽ തള്ളിയതിനു ശേഷം ദൈവ ദിവസം ഈ ഭൂമിയിൽ ആരംഭിക്കും. ഇത് ദേവന്റെ നാളെ കുറിച്ച് നാം 2 പേതുരു 3-ാം അധികാരത്തിൻ 12-13 വചനങ്ങളിൽ വാസിக்கிறோം. ദൈവ ദിവസത്തെ പറ്റി 2 പത്രോസ് 3-ാം അധ്യായം 11-12 വാക്യങ്ങളിലാകുന്നു നാം വായിക്കുന്നത്. தேவனுடைய நாள் சீக்கிரமாய் வரும்படிக்கு மிகுந்த ஆவலோടെ காத்திருங்கள். அந்த நாளில் வானங்கள் வெந்து அழிந்து பூதங்கள் எரிந்து உருகி போகும். அவருடைய வாக்கு தத்தத்தின்படியே நீதி வாசமாயிருக்கும். புதிய வானங்களும் புதிய பூமியும் ഉണ്ടാകും എന്ന് കാത്തിരിக்கிறோം. ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനോ ഭക്തിയുമുള്ളവരായിരിക്കണം.
தேவனுடைய நாள் சீக்கிரமாக வரும்படி மிகுந்த ஆவலோடு கூட காத்திருக்கிறார். ദൈവത്തിന്റെ വരവ് അത് അതിവേഗം വരേണ്ടതിനായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്നു. நாம் தேவனுடைய நாளை சந்திக்கும்படியாக நாம் காத்திருக்கிறோம். നാം ദൈവത്തിന്റെ ദിവസത്തെ നേരിടുവാനായി എതിരേൽപ്പാനായി കാത്തിരിക്കുന്നു. தேவனுடைய நாள் சீக்கிரமாக வரப்போகிறது. ദൈവത്തിന്റെ ദിവസവും അതിവേഗം വരുവാൻ പോകുന്നു. ஆம், தேவனுடைய நாளிலே புதிய வானமும் புதிய பூமியும் சிருஷ்டிக்க வேண்டும் என்று நாம் பார்க்கிறோம். ദൈവത്തിന്റെ ദിവസത്തിൽ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും ഉണ്ടാകുവാൻ പോകുന്നുവെന്ന് നാം ഇവിടെ വായിച്ചു. 2 പേതുരു 3-ാം അധികാരം 10-ാം വചനത്തിലെ കർത്തരുടെ നാൾ എന്ന് சொல்லப்பட்டிருக்கிறது. 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ കർത്താവിന്റെ ദിവസം എന്നാണ് കാണുന്നത്. கர்த்தருடைய நாளிலே இரவில் திடீரென்று வருகிற விதமாக வரும், அப்பொழுது வானங்கள் மடமடவென்று அகன்று போகும், பூதங்கள் வந்து உருகி போகும் என்று நாம் பார்த்தோம். അവിടെ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമി അതിലുള്ള പണികൾ വെന്തുപോകുകയും ചെയ്യുമെന്ന് ഇന്നലെ നാം കണ്ടു. 12-ാം വചനത്തിലെ ദേവനുടെ നാൾ എന്ന് சொல்லப்பட்டிருக்கிறது. എന്നാൽ ഇവിടെ 12-ാം വാക്യത്തിൽ, മലയാളത്തിൽ 11-ാം വാക്യത്തിൽ ദൈവ ദിവസം എന്ന് കാണുന്നു. தேவனுடைய நாள் சீக்கிரம் வரும்படி ஆவலோடு காத்திருங்கள், அந்த நாளிலும் கூட வானங்கள் வெந்து அழிந்து பூதங்கள் எல்லாம் உருகி போகும் என்று சொல்லப்பட்டிருக்கிறது. ദൈവ ദിവസവും അതിവേഗം വരുവാൻ പോകുന്നു, ആ നാളിലും ആകാശം ചുട്ടഴിയുമെന്നും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്നും നാം കാണുന്നു. இந்த கர்த்தருடைய நாள் தேவனுடைய நாள் என்று இரண்டும் ஒன்று போல் சொல்லப்பட்டிருந்தாலும் இரண்டு வேறுபட்ட காலகட்டத்தை இது குறிக்கூடியதாக இருக்கிறது. ഇവിടെ കർത്താവിന്റെ ദിവസവും ദൈവത്തിന്റെ ദിവസവും എന്ന് ഒരേപോലെ പറഞ്ഞിരിക്കുന്നു എങ്കിലും ഇത് രണ്ടും 2 കാലഘട്ടങ്ങളാകുന്നു. ஏனென்றால் ഉപദ്രവ കാലത്തിലും കൂടെ இந்த വാനത്തുക്കും ഭൂമിക്കും சேதம் ഉണ്ടാക പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ വരുവാനുള്ള പീഡാകാലത്തിൽ ഇന്ന് നാം വസിക്കുന്ന ഈ ഭൂമിയും ആകാശത്തിനും ഒരു മാറ്റം ഉണ്ടാകുവാൻ പോകുന്നു. ஆகினாலே 1000 வருட அரசாட்சி அந்த சேதப்பட்டதான பூமியிலே 1000 வருட அரசாட்சி காலம் அந்த பூமியில കാണപ്പെட முடியாது. അതുകൊണ്ട് അപ്രകാരമുള്ളൊരു ആകാശവും ഭൂമിയിലും 1000 ആണ്ട് വാഴുവാൻ സാധ്യമല്ല. ஆகினாலதான் ஏசாயா 65-ാം அதிகாரத்திலே ஒரு புதிய வானத்தையும் புதிய பூமியையும் சிருஷ்டிப்பேன் என்று சொல்லுகிறார். അതുകൊണ്ടാവുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൽ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് നാം വായിക്കുന്നത്. 65-ാം അധികാരത്തിൻ 17-ാം വചനം, 65-ാം അധ്യായം 17-ാം വാക്യം, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലേത്തവ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ വരികയുമില്ല. இதோ நான் புதிய வானத்தையும் புதிய பூமியையும் சிருஷ்டிக்கிறேன், முந்தினவைகள் இனி நினைக்கப்படுவதும் இல்லை, மனதிலே தோன்றுவதும் இல்லை. நான் புதிய வானத்தையும் புதிய பூமியும் சிருஷ்டிக்கிறேன் என்று சொல்கிறார். ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. அங்கே புதிய பூமியும் புதிய வானமும் சிருஷ்டிக்கப்படுகிறது. അവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു. இது உபத்திரவ காலத்துக்கு பின்பு 1000 வருஷ அரசாட்சிக்காக ஒரு புதிய பூமியும் புதிய வானம் இங்கே சிருஷ்டிக்கப்படுகிறது. ഇത് പീഡാകാലത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. வெளிப்படுத்தின விசேஷம் 21-ാം അധികാരം 1-ാം വചനത്തിലെ ഒരു പുതിയ വാനത്തെയും പുതിയ ഭൂമിയും സൃഷ്ടിപ്പേൻ എന്ന് சொல்கிறார். എന്നാൽ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉള്ളതായി കാണുന്നു. பின்பு நான் புதிய வானத்தையும் புதிய பூமியையும் கண்டேன், முந்தின வானமும் முந்தின பூமியும் ஒழிந்து போகின, சமுத்திரமும் இல்லாமற் போயிற்று. இங்கே ஒரு புதிய வானத்தையும் புதிய பூமியும் கண்டேன் என்று சொல்கிறார். ഇവിടെ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് വായിക്കുന്നു. മുന്തിന വാനം മുന്തിയ ഭൂമി ഒളിഞ്ഞു പോയിற்று. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. இது 1000 வருஷ அரசாட்சிக்கு பின்பு வெள்ளை சிங்காசன நியாயத்தீர்ப்பின் போது இந்த புதிய வானம் புதிய பூமி சிருஷ்டிக்கப்படும், இந்த பூமி முழுவதுமாக அழிந்து போய்விடும். ഇത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വെള്ള സിംഹാസന ന്യായവിധി ഉണ്ടാകും. അതിനു മുമ്പായി ഒരു പുതിയ ആകാശവും അപ്പോഴത്തെ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും നശിപ്പിക്കപ്പെട്ട് മറ്റൊന്നുണ്ടാകുമെന്ന് കാണുന്നു. അത് 1000 வருஷ அரசாட்சியில കാണപ്പെട്ടதான அந்த பூமி ஒளிந்து போய்விடும். അതായത് 1000 ആണ്ട് വാഴ്ചയിൽ കാണപ്പെട്ട ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒഴിഞ്ഞു പോകും. தேவனுடைய நாள் என்று சொல்வது ஒரு 1000 வருட அரசாட்சி காலத்தை குறிக்கிறது. അതുകൊണ്ട് ദൈവ ദിവസം എന്ന് പറയുന്നത്
പറയുന്നത് 1000 ആണ്ട് വാഴ്ചയെ കുറിക്കുന്നു. 1000 வருஷ அரசாட்சி காலம் என்பது ஏதேனின் பூர்ணத்தை காண்பிக்கூடியதாக இருக்கிறது. 1000 ആണ്ട് വാഴ്ച എന്നത് ഏദൻ തോട്ടത്തിലെ ആ ഒരു പൂർണ്ണതയെ കുറിക്കുന്നതാണ്. ஏதேன் தோட்டத்திலே ஆண்டவர் ஏதேன் தோட்டத்தை சிருஷ்டித்து ஆதி மனிதனை அங்கே வைத்த போது அது பாவம் செய்வதற்கு முன்பாக அது ஒரு பூர்ணமான பூமியாக காணப்பட்டது. ഏദൻ തോട്ടത്തിൽ ദൈവം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ ആക്കിയപ്പോൾ അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് അതൊരു പൂർണ്ണതയുള്ള അവസ്ഥയിലായിരുന്നു. அங்கே ஒரு ஏதேனுடைய அதே பூரணம் 1000 வருஷ அரசாட்சி காலத்திலே இந்த பூமியிலே காணப்படும். ഏദൻ തോട്ടത്തിലെ അതേ പൂർണ്ണത 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ കാണപ്പെടും. 1000 வருஷ அரசாட்சி என்பது இந்த பூமியிலே அல்ல, அது பரலோகத்தில் என்று போதிக்கிறவர்கள் இருக்கிறார்கள். 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ അല്ല സംഭവിക്കുന്നതെന്ന് അത് സ്വർഗത്തിൽ ആകുന്നുവെന്ന് ഉപദേശിക്കുന്നവർ ഉണ്ട്. ஆனால் 1000 வருஷ அரசாட்சி இதே பூமியிலே தான் நடைபெறும் என்பதை குறித்து வேதம் திட்டவட்டமாக நமக்கு சொல்லுகிறது. എന്നാൽ 1000 ആണ്ട് വാഴ്ച ഇതേ ഭൂമിയിലാകുന്നു നടക്കുവാൻ പോകുന്നതെന്ന് തിരുവെഴുത്ത് വളരെ സ്പഷ്ടമായി നമ്മോട് അറിയിക്കുന്നു. 1000 வருஷ அரசாட்சி காலத்திலே இந்த பூமி ஒரு புதுமையாக சிருஷ்டிக்கப்பட்டிருக்கும். 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഈ ഭൂമി പുതിയതായി സൃഷ്ടിക്കപ്പെടും. அங்கே அற்ப ஆயுசுள்ள ஒரு பாலகனும் தன் நாட்களிலே பூர்ணமாகாத கிழவனும் ഉണ്ടായിരുന്നാர்கள். അവിടെ കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഉണ്ടായിരിക്കില്ല. 100 വയസ്സ് சென்று மரிக்கிறவர்கள் கூட வாலிபர்கள் என்று எண்ணப்படுவார்களாம். 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കുന്നവരെയും ബാലൻ എന്നാകുന്നു പറയുന്നത്. 100 വയതുള്ളവനാകിയ പാപിയോ ശപിക്കപ്പെടുവാൻ. എന്നാൽ പാപി 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെന്നേ വരൂ. அந்த பூமியிலே அவர்கள் வீடுகளை கட்டி அவைகளை குடியிருப்பார்கள். ആ ഭൂമിയിൽ അവർ വീടുകളെ പണിത് പാർക്കും. திராட்சை தோட்டங்களை நாட்டி அவைகளிலே கனியை புசிப்பார்கள். അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. அன்றைக்கு அந்த 1000 வருஷ அரசாட்சி காலத்திலே வாழ போகின்றவர்கள் உபத்திரவ காலத்துக்கு தப்பினதான ஜனங்கள் 1000 வருஷ அரசாட்சி காலத்திலே காணப்படுவார்கள். ആകയാൽ 1000 ആണ്ട് വാഴ്ചയിൽ അന്ന് ജീവിക്കുന്ന ജനം പീഡാകാലത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കൂട്ടം ജനമായിരിക്കും. உபத்திரவ காலத்திலே முத்திரிக்கப்பட்டதான யூதர்கள் 1,44,000 பேர் அவர்களும் கூட அந்த 1000 வருஷ அரசாட்சியிலே காணப்படுவார்கள். പീഡാകാലത്തിൽ മുദ്രയേൽക്കപ്പെട്ട 1,44,000 യഹൂദന്മാരും അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ കാണും. அன்றைக்கு 1000 வருஷ அரசாட்சியிலே நாம் குடிகளாக அல்ல, குடிகளை ஆளப்போகிறவர்களாக நாமும் இங்கே காணப்படுவோம். അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ നാം പൗരന്മാരായിട്ടല്ല, അവിടെയുള്ള പൗരന്മാരെ ഭരിക്കുന്ന രാജാക്കന്മാരായിട്ടായിരിക്കും. நாம் அன்றைக்கு இந்த சரீரத்தோடு அல்ல, உயிர்த்தெழுந்த சரீரத்தோடு காணப்படுவோம். അപ്പോൾ അന്ന് നാം ഈ ശരീരത്തോടെ ആയിരിക്കില്ല, ഒരു പുനരുത്ഥാനം പ്രാപിച്ച ശരീരത്തോടെ ആയിരിക്കും. முதலாம் உயிர்த்தெழுதல் என்று சொல்லப்படுகிறதான அந்த உயிர்த்தெழில் 5 கூட்டத்தார்கள் அங்கே அவர்கள் ஆளுகை செய்கிறவர்களாக காணப்படுவார்கள். ഒന്നാം പുനരുത്ഥാനം എന്ന ഗണത്തിൽ 5 നിരയിൽ 5 കൂട്ടർ കാണപ്പെടുന്നത് അവരാകുന്നു 1000 ആണ്ട് വാഴ്ചയിൽ ഭരിക്കുന്നത്. 1000 வருஷ அரசாட்சி காலம் மிகவும் ஆசீர்வதிக்கப்பட்டதான ஆசீர்வாதமான ஒரு நாட்களாய் காணப்படும். അതെ, 1000 ആണ്ട് വാഴ്ച വളരെ അനുഗ്രഹം നിറഞ്ഞതായ ഒരു കാലഘട്ടമായിരിക്കും. ഓനായും ആട്ടുകുട്ടിയും അங்கே ഒരുമിച്ച് മേയും, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം മാട്ടെ പോലെ പുള്ളെ തിന്നുമോ, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. പുലിതാണ് സർപ്പത്തുക്ക് ഇരയാകും. പുലി സർപ്പത്തോടുകൂടെ മേയും. അവൻ പരിശുദ്ധ പർവ്വതങ്ങും അവകൾ തീങ്കു ചെയ്വതില്ലേ. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരും ഒരു ദോഷവും ചെയ്യുകയില്ല. ഒരു മൃഗത്തുക്കും ഇടയിലെ പകை കാണപ്പെടാതെ, ഒരു മൃഗങ്ങൾ തമ്മിൽ യാതൊരു പകയും ഉണ്ടായിരിക്കില്ല. അവകൾ ഒന്നിക്കൊണ്ട് കേട്ടെ ഉണ്ടാക്കാതെ, അവർ ഒന്നിനോടൊന്ന് അവർക്ക് യാതൊരു നാശവും വരുത്തുകയില്ല. എന്തവിധமான ശത്രുത്വവും ഇല്ലാതെ ഒരു സമാധാനமான കാലഘട്ടமாக ഇത് കാണപ്പെടും. യാതൊരു ശത്രുത്വവും ഇല്ലാത്ത ഒരു സമാധാനപൂരിതമായ നാളുകളായിരിക്കും. அன்றைக்கு பூமியிலே சாத்தான் இல்லாததினாலே அன்றைக்கு பூமி மிகுந்த சமாதானமான ஒரு பூமியாக இருக்கும். അന്നത്തെ ഭൂമിയിൽ പിശാച് ഇല്ലാത്തത് കൊണ്ട് ഭൂമി മുഴുവനും സമാധാനപൂരിതമായിരിക്കും. ஆண்டவர் அந்த பூமியிலே நமக்கு ஒரு 1000 வருஷ அரசாட்சி காலத்தை அவர் நியமித்திருக்கிறார். കർത്താവ് നമുക്ക് ആ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച വെച്ചിരിക്കുന്നു. நாம் இந்த பூமியில் 1000 வருஷம் அரசாட்சி காலத்தில் நாம் வாழ போகிறோம். ഈ ഭൂമിയിൽ നാം 1000 ആണ്ട് കർത്താവിനോടുകൂടി വാഴുവാൻ പോകുന്നു. 1000 வருஷம் இந்த பூமியை ஆளுகை
செய்யும்படியாக ஆண்டவர் கொடுப்பது தேவனுடைய நீதியாக இருக்கிறது. 1000 വർഷം ഈ ഭൂമിയിൽ ഭരിക്കുവാൻ ദൈവം തന്റെ ജനത്തിന് നൽകുന്നത് അത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ്. ஆகினால்தான் இயேசு இந்த பூமியிலே நாம் எப்படி ஜீவிக்க வேண்டும் என்று சொன்னார். അതുകൊണ്ടാകുന്നു യേശു ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞത്. நான் உலகத்தான் அல்லாததுபோல நீங்கள் உலகத்தான் அல்ல என்று சொன்னார். ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികരല്ല. ஆம், இயேசு இந்த உலகத்தில் இருந்தால் உலகத்தான் அல்லாதவனாக அவர் ஜீவித்தார். യേശു ഈ ലോകക്കാരനായിരുന്നെങ്കിലും അവൻ ലൗകികനല്ലാതെ ജീവിച്ചു. இதோ உலகத்தின் அதிபதி வருகிறான், அவனுக்குரியதான ஒன்றும் என்னிடத்தில் இல்லை என்று சொன்னார். ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനുള്ളതൊന്നും അവന്റേതൊന്നും എന്റെ പക്കലില്ല. ஆம், இந்த உலகத்தை அவர் ஜெயிக்கிறவராக இருந்தார். ഈ ലോകത്തെ അവൻ ജയിക്കുന്നവനായിരുന്നു. சாத்தான் அவரை உயர்ந்த மலையிலே கொண்டு போய் நிறுத்தி உலகத்தின் அத்தனை மகிமையும் காண்பித்து நீ என்னை விழுந்து பணிந்து கொள்வாய் என்றால் எல்லாவற்றையுமே உனக்கு தருவேன் என்று சொன்னான். പിശാച് അവനെ ഒരു ഉയർന്ന പ്രദേശത്ത് കൊണ്ടുപോയിട്ട് നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം എന്റേതാണ്, അത് നിനക്ക് തരും എന്ന് പറഞ്ഞു. தேவனாய் கர்த்தர் ஒருவரை பணிந்து கொள்ள வேண்டும் என்று எழுதியிருக்கிறது என்று சொல்லி அவனை அவர் ஜெயித்தார். എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ നമസ്കരിച്ച് ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു പിശാചിനെ ജയിച്ചു. அவர் பரலோகத்தின் மகிமையை கண்டுவிட்டு பூலோகத்துக்கு வந்திருக்கிறார். എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യേശു സ്വർഗീയ മഹിമകളെ കണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. பரலோகத்துக்கு மகிமையை ஒப்பிடும்போது பூலோகத்தின் மகிமை ஒன்றுமில்லை. സ്വർലോകത്തിന്റെ മഹത്വം കണ്ടാൽ പിന്നെ ഈ ഭൂമിയുടെ മഹത്വം ഒന്നും തന്നെയില്ല. ஆகினால்தான் பூமியினுடைய மகத்துவங்கள் அவருக்கு ஒன்றுமே இல்லாததாக தோன்றிட்டு, അതുകൊണ്ടാകുന്നു യേശുവിന് ഈ ഭൂമിയുടെ മഹത്വം ഒന്നുമില്ലാതായി തോന്നിയത്. நமக்கு ஏன் இந்த பூமியுடைய மகத்துவம் நிறைந்த மகிமை நிறைந்த இந்த பூமி ஒரு பூமியினுடைய மகிமைகளை ஏன் நாம் தேடிக்கொண்டு அலைகிறோம்? അങ്ങനെയെങ്കിൽ നാം എന്തുകൊണ്ട് ഈ ഭൂമിയുടെ മഹത്വത്തെ മഹിമയെ അന്വേഷിച്ച് ഓടി അലയുന്നു? நாம் தேவனுடைய மகிமையை காணாததினாலதான். ദൈവത്തിന്റെ മഹത്വം നാം കാണാത്തത് കൊണ്ടാകുന്നു. ராஜ்யத்தின் மகிமையை நாம் காணாததினால, ദൈവരാജ്യത്തിന്റെ തേജസ് നാം കാണാത്തത് കൊണ്ടാകുന്നു. தேவன் ராஜ்யத்தின் மகிமையை நாம் காணும்படியாக ദൈവരാജ്യത്തിന്റെ തേജസ് നാം കാണേണ്ടതിനാണ് தேவன் பரிசுத்தாவியினாலாகிய அந்த தேவனுடைய அன்பை நம்முடைய ഹൃദയങ്ങളിൽ ஊற்றி இருக்கிறார். പരിശുദ്ധാത്മാവ് മുഖാന്തരമായി ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുകയാണ്. பரிசுத்தாவின் அபிஷேகத்தினால் தேவன் ராஜ்யம் நம்மிடத்தில் வந்திருக்கிறது. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടി ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. பரிசுத்தாவினால் நிறைந்து சந்தோஷப்பட்டதான தேவனுடைய ஜனங்கள் அவர்கள் அந்த தேவராஜ்யத்தை காணக்கூடியவர்களாக அதன் மகிமையை அனுபவிக்கூடியவர்களாக இருக்கிறார்கள். പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൽ സന്തോഷിക്കുന്ന ജനങ്ങളാകുന്നു ദൈവരാജ്യത്തെ കണ്ട് അതിനെ അനുഭവിച്ച് അതിന്റെ ആനന്ദം മനസ്സിലാക്കുന്നത്. ஆகினாலே அவர்களுக்கு இந்த பூமி அவர்களுக்கு ஒரு பெரிய விஷயமாக தோன்றாது. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമി ഒരു വലിയ വിഷയമേ അല്ല. நாம் பரிசுத்தாவின் அபிஷேகத்தால் நிரப்பப்பட்டு இந்த பூமிக்குரியவர்கள் அல்ல என்கிறதான சிந்தையோடு நாம் இந்த பூமியில ஜீவிக்க வேண்டியவர்களா இருக்கிறோம். നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എപ്പോഴും നിറയപ്പെട്ട് ഞാൻ ഈ ഭൂമിക്കുള്ളവനല്ല എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്നവരായിരിക്കണം. இந்த பூமியை நாம் உலகத்தால் அனுபவிக்கிறது போல இந்த பூமியை நாம் அனுபவியாதவர்களாக இருப்போம் என்று சொன்னால் நமக்கு ஆண்டவர் 1000 வருஷம் இந்த பூமியிலே நமக்கு ஆட்சியை தருவார். ഈ ലോകക്കാർ ഇന്ന് അനുഭവിക്കുന്നത് പോലെ നാം ഈ ലോകത്തെ ഈ ഭൂമിയെ അനുഭവിക്കാത്തവരായിരുന്നാൽ വരുവാനുള്ള 1000 ആണ്ട് വാഴ്ച ദൈവം നമ്മുടെ കയ്യിൽ തരും. இந்த பூமியில நாம் 1000 வருஷம் ஆளுகை செய்கிறதான கூட்டத்தில் இருப்போம். ഈ ഭൂമിയിൽ നാം 1000 ആണ്ട് വാഴുന്ന കൂട്ടത്തിലായി തീരും. இந்த உலகத்திலே இன்றைக்கு பூமியை ஆளுகை செய்யக்கூடியதான அதிகாரம் செலுத்தக்கூடியவர்கள் இருக்கிறார்கள், சாதாரணமான குடிகள் இருக்கிறார்கள். ഈ ഭൂമിയിൽ ഇന്ന് സാധാരണ ജനങ്ങൾ പൗരന്മാരുണ്ട്, അവരെ ഭരിക്കുന്നതായ ഒരു കൂട്ടം ഭരണകൂടത്തിലെ വ്യക്തികളുമുണ്ട്. இந்தியாவினுடைய தலைவர் என்று சொன்னால் பிரசிடென்ட் இருக்கிறார். ഇന്ത്യയെ നാം എടുത്താൽ അതിൽ നമുക്ക് ആദ്യം ഒരു പ്രസിഡന്റ് ഉണ്ട്. அதற்கு கீழே பிரைம் மினிஸ்டர் இருக்கிறார். ആ രാഷ്ട്രപതിക്ക് കീഴെ ഒരു പ്രധാനമന്ത്രിയുണ്ട്. அதன் பிறகு எத்தனையோ மினிஸ்டர்ஸ் இருக்கிறார்கள். അതിന്റെ താഴെ എത്രയോ മന്ത്രിമാരുണ്ട്. அதன் பிறகு எம்பிக்கள் இருக்கிறார்கள். അതിന് താഴെ എംപികളുണ്ട്. அரசாங்கத்தில் அதிகாரிகள் இருக்கிறார்கள். വീണ്ടും ഭരണകൂടത്തിൽ പല അധികാരങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. நீதிபதிகள் இருக்கிறார்கள். ന്യായാധിപന്മാരുണ്ട്. இவரெல்லாம் அதிகாரத்திலிருந்து மக்களை ஆளுகை செய்கிறார்கள். ഇവരെല്ലാം അവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്ന് അധികാരത്തോടുകൂടി ജനത്തെ ഭരണം 1000 ചെയ്യുന്നു. வருஷம் இந்த ஆளுகை செய்கிறதான கூட்டத்தில் நாம் காணப்படுவோம். എന്നാൽ അതുപോലെ 1000 ആണ്ട് വാഴ്ചയിൽ നാം ഇതുപോലെ ഭരിക്കുന്ന കൂട്ടത്തിലാണ് കാണപ്പെടുന്നത്. தேவனுடைய நாள் நமக்கு மிகுந்த ஆசீர்வதிக்கப்பட்ட நாளாக காணப்படும். അതുകൊണ്ട് ദൈവത്തിന്റെ ദിവസം നമുക്ക് വളരെ അനുഗ്രഹീതമായ കാലഘട്ടമായി തീരും. அந்த பூமி ஒரு ஆசீர்வதிக்கப்பட்டதான பூமியாக இருக்கும். ആ ഭൂമി വളരെ അനുഗ്രഹീതമായ ഒരു ഭൂമിയായിരിക്കും. യേശയ്യാ 30-26 വചനത്തിൽ വാസിக்கிறோம். യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-26 വായിച്ചാൽ, യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കിട്ടുകയും
അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെ ആകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. கர்த்தர் தமது ஜனத்தின் முறிவை கட்டி அதன் அடிக்காயத்தை குணமாக்கும் நாளிலே சந்திரனுடைய வெளிச்சம் சூரியனுடைய வெளிச்சத்தை போலவும் சூரியனுடைய வெளிச்சம் 7 தனியாய் 7 பகலின் வெளிச்சத்தை போலவும் இருக்கும். 1000 வருஷ அரசாட்சி காலத்திலே சந்திரனுடைய வெளிச்சம் சூரியனுடைய வெளிச்சம் போல இருக்குமா? 1000 ആണ്ട് വാഴ്ചയിൽ ചന്ദ്രന്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചം പോലെ ഇരിക്കും. இப்பொழுது பகல்ல சூரியனுடைய வெளிச்சம் எப்படி இருக்கிறதோ അതുപോലെதான் இரவில் இருக்கிறதான சந்திரனுடைய வெளிச்சம் காணப்படும். ഇപ്പോൾ നാം കാണുന്ന ഈ പകലിൽ സൂര്യന്റെ വെളിച്ചം എത്രത്തോളം ആയിരിക്കുന്നു അത്രത്തോളം വെളിച്ചം അന്ന് ചന്ദ്രനുണ്ടായിരിക്കും. சூரியனுடைய வெளிச்சம் ஏழத்தனையா 7 பகலின் வெளிச்சத்தை போல இருக்குமா? அப்படி என்றால் இப்பொழுது இருக்கிறதான இந்த சூரிய வெளிச்சத்தை போல 7 மடங்கு வெளிச்சம் காணப்படுமோ 1000 வருஷ அரசாட்சியில்? അങ്ങനെയെങ്കിൽ സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് നാം കാണുന്ന ഒരു നല്ല പകലിന്റെ വെളിച്ചത്തിന്റെ 7 മടങ്ങ് പ്രകാശമായിരിക്കും 1000 ആണ്ട് വാഴ്ചയിലുള്ള സൂര്യന്റെ പ്രകാശം. அவ்வளவு பிரகாசமான நாட்கள் தான் 1000 வருஷ அரசாட்சியில் காணப்படும். അത്രത്തോളം പ്രകാശപൂരിതമായ ദിവസങ്ങളാകുന്നു 1000 ആണ്ട് വാഴ്ചയിൽ. அதே வேளையிலே இந்த 1000 வருஷ அரசாட்சிக்காக സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നதான அந்த பூமியும் கூட ஒளிந்து போய்விடும். അതേസമയം തന്നെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി അന്ന് അപ്രകാരം ഉണ്ടാക്കപ്പെട്ട ആ ഭൂമിയും കൂടി മാറ്റപ്പെടും. அந்த பூமியும் அகன்று போய்விடும். ആ ഭൂമിയും മാറ്റപ്പെടുവാനിടയാകും. வெளிப்படுத்தின விசேஷம் 20:11 വാസിக்கிறோം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 വായിച്ചാൽ ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. பின்பு நான் பெரிய வெள்ளை சிங்காசனத்தையும் அதன் மேல் வீற்றிருக்கிறவரையும் கண்டேன். அவருடைய சமூகத்திலிருந்து பூமியும் வானமும் அகன்று போயின, அவைகளுக்கு இடம் காணப்படவில்லை. வெள்ளை சிங்காசனத்திலே அவர் நியாயம் தீர்க்கிறவராக வீற்றிருக்கிற அந்த நாளிலே பூமியும் வானமும் அகன்று போய்விடும். ഞാൻ വെള്ളസിംഹാസനത്തിൽ ന്യായാധിപനായിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോകുന്നു. பின்பு புதிய வானமும் புதிய பூமியும் உண்டாக போகிறது. അതിനുശേഷം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടും. வானமும் பூமியும் ஒளிந்து போகும். ആകാശവും ഭൂമിയും മാറിപ്പോകും. என் வார்த்தைகளோ ஒளிந்து போவதில்லை. എന്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകുന്നില്ല. எப்படி ஆகிலும் இந்த பூமி ஒளிந்து போகும்படியாகவே சிருஷ்டிக்கப்பட்டிருக்கிறது. ആകയാൽ നാം വസിക്കുന്ന ഈ ഭൂമിയും ഒഴിഞ്ഞു പോകുവാനായി സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. நாம் வாழுகின்ற பூமி அழிந்து போக போகிறது. നാം ജീവിക്കുന്ന ഭൂമി നശിക്കുവാൻ പോകുന്നു. காண்கிறவைகள் எல்லாம் அநித்தியமாக இருக்கிறது. കാണുന്നതെല്ലാം താൽക്കാലികമാകുന്നു. காணாதவைகள் தான் நித்தியமாக இருக்கிறது. കാണാത്തതാകുന്നു നിത്യമായിരിക്കുന്നത്. இந்த வானமும் பூமியும் சீக்கிரமாக ஒளிந்து போகும். ഈ ആകാശവും ഭൂമിയും എത്രയും വേഗം ഒഴിഞ്ഞു പോവാൻ പോകുന്നു. 1000 வருட சாட்சிக்காக ஸ்தாபிக்கப்படுகிறதான அந்த பூமியும் கூட ஒரு நாள் ஒளிந்து போய்விடும். 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ആ ഭൂമിയും ഒഴിഞ്ഞു പോവാൻ പോകുന്നു. வானமும் பூமியும் ஒளிந்து போகும். ആകാശവും ഭൂമിയും മാറിപ്പോകും. ஆனால் என்ற வார்த்தைகள் ஒளிந்து போகவில்லை. എന്നാൽ തന്റെ വചനങ്ങൾ ഒരിക്കലും മാറിപ്പോകുന്നില്ല. ஆண்டவர் அவருடைய வார்த்தைகள் ஒளிந்து போவதில்லை. ആകയാൽ കർത്താവിന്റെ വചനങ്ങൾ ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. அவர் விதமாக எல்லாம் ஒளிந்து போன பின்பு ഇതെല്ലാം മാറിപ്പോയതിനു ശേഷം ஆண்டவர் நமக்கு புதிய எருசலேமையும் சீயோன் நித்தியத்தில் அவர் ஸ்தாபிப்பார். നമ്മുടെ കർത്താവ് പുതിയ യെരൂശലേമും സിയോനുമായി നിത്യതയിൽ സ്ഥാപിക്കപ്പെടുവാനിടയാകും. ஆண்டவர் புதிய வானத்தையும் புதிய பூமியும் அவர் உண்டாக்குவார். കർത്താവ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കും. அவர் புதிய எருசலேமையும் சீயோனையும் உண்டாக்குவார். പുതിയ യെരൂശലേമിനെയും സിയോനെയും ഉണ്ടാക്കും. 1000 வருஷ அரசாட்சி காலத்துக்கு பின்பு நித்தியம் ஸ்தாபிக்கப்படும். 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് നിത്യത എന്നത് സ്ഥാപിക്കപ്പെടുന്നത്. அதுதான் பிந்திய நித்தியம். അതാണ് ഭാവി നിത്യത എന്ന് പറയുന്നത്. அதுதான் நாம் தேவனோடு என்றென்றைக்கும் ஜீவிக்க போகிறதான நகரம். അതാകുന്നു നാം ദൈവത്തോട് കർത്താവിനോട് ചേർന്ന് എന്നേക്കുമായി പാർക്കുന്ന നഗരം. நாம் தேவனின் நாளாகிய அந்த 1000 வருஷ அரசாட்சிக்காக மாத்திரமல்ல, നാം ദൈവത്തിന്റെ ദിവസമായ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, நாம் 1000 வருஷம் மாத்திரமல்ல, 1000 വർഷം മാത്രമല്ല, நித்தியமாக நாம் നമ്മുടെ தேவனோடு வாழ போகிறோம். യുഗായുഗങ്ങളായി കർത്താവിനോടുകൂടി വാഴേണ്ടുന്നവരാകുന്നു. அந்த நாளுக்காகத்தான் சபை அவளோடு காத்திருக்கிறது. ആ നാളുകൾക്ക് വേണ്ടിയാകുന്നു ദൈവസഭ ഇന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. இதன் மூலமாக நாம் கர்த்தர்னாலும் தேவனாலும் ஒன்றல்ல என்பதை விளங்கிக் கொள்ளுகிறோம். ഇത് മുഖാന്തരം ഇത് നിമിത്തമായി കർത്താവിന്റെ ദിവസവും ദൈവത്തിന്റെ ദിവസവും ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുന്നു. காண்கிறவைகள் எல்லாமே அநித்தியமாக காணப்பட்டாலும், കാണുന്നതെല്ലാം താൽക്കാലികമായിരുന്നാലും, நாம் ஆராதிக்கிற தேவனோ நித்தியமான தேவனாக இருக்கிறார். നാം ആരാധിക്കുന്ന ദൈവം അവൻ നിത്യനായ ദൈവമാകുന്നു. 102 சங்கீதத்திலே 25-26 வசனங்களை வாசிக்கும் போது 102
2-ാം സങ്കീർത്തനം 25-26 വാക്യങ്ങൾ വായിച്ചാൽ, പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. நீர் ஆதியிலே பூமியை அஸ்திவாரப்படுத்தினீர், வானங்கள் உம்முடைய கருத்தின் கிரியையாயிருக்கிறது. அவைகள் அழிந்து போம், நீரோ நிலைத்திருப்பீர். அவைகளெல்லாம் வஸ்திரம் போல் பழமையாய்ப்போம், அவைகளை ஒரு சால்வையை போல் மாற்றுவீர், அப்பொழுது மாறிப்போம். அவர் பூமியை ஆதியிலே അസ്ഥിഭാരപ്പെടുത്തിനാറാം. കർത്താവ് ഭൂമിക്ക് പൂർവ്വകാലത്ത് തന്നെ അടിസ്ഥാനമിട്ടു. വാനങ്ങൾ അവരുടെ കരത്തിനുடைய கிரியாக இருக்கிறது. ആകാശം തന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. എല്ലാം ഉണ്ടാക കടവത് എന്ന് சொன்னால் എല്ലാം ഉണ്ടായിറ്റ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടവയാകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടാക കടവത് എന്ന് சொன்னால் എല്ലാം ഉണ്ടാകിവിട്ടത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടായതാകുന്നു. ஆண்டவர் ഉണ്ടാക കടവത് എന്ന് சொன்னதான அந்த சூரியனையும் சந்திரன் நட்சத்திரத்தையும் கோள்களையும் ஆராய்ச்சி செய்யும்படியாக மனுஷர் இன்றைக்கு எவ்வளவு பிரயாசப்பட்டு கொண்டிருக்கிறார்கள். ഇപ്രകാരം ദൈവം ഉണ്ടാക്കിയ സൂര്യനും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ പറ്റി ഗവേഷണം ചെയ്യേണ്ടതിനായി മനുഷ്യൻ ഇന്ന് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. இன்றைக்கு செவ்வாய் கிரகத்திலே போய் குடியிருப்பதற்காக இன்றைக்கு மனுஷர்கள் முயற்சி பண்ணி கொண்டிருக்கிறார்கள். ഇന്ന് ചൊവ്വ ഗ്രഹത്തിൽ പോയി താമസിക്കേണ്ടതിന് വേണ്ടിയുള്ള സകല ഗവേഷണങ്ങളും മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. சிலர் செவ்வாய் கிரகத்திலே குடியிருப்பதற்கான நிலத்தை இப்பொழுதே புக் பண்ணி வைத்திருக்கிறார்கள். ചിലർ ചൊവ്വ ഗ്രഹത്തിൽ താമസിക്കുവാനുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. கர்த்தருடைய வசனம் என்ன சொல்கிறது? എന്നാൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? அவைகளெல்லாம் அழிந்து போகும், അതെല്ലാം മാറിപ്പോകും. நீரோ நிலைத்திருப்பே, നീയോ നിലനിൽക്കും. அவைகளெல்லாம் ஒரு வஸ்திரத்தை போல பழமையாக போய்விடும். അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ஒரு சால்வை மாற்றுகிறது போல ஆண்டவைகளை மாற்றி போடுவாராம். ഒരു ഉടുപ്പ് മാറ്റുന്നത് പോലെ കർത്താവ് അതിനെല്ലാം മാറ്റിക്കളയും. அப்பொழுது எல்லாமே மாறி போய்விடும். അപ്പോൾ അതെല്ലാം മാറിപ്പോവാനിടയാകും. இன்றைக்கு மனுஷனுடைய கண்களுக்கு ஆச்சரியமாய் தோன்றுகிறதான வானமண்டலத்தில் இருக்கிற அத்தனை காரியங்களும் இல்லாமலே போய்விடும். ഇന്ന് മനുഷ്യന്റെ കണ്ണുകൾക്ക് ആശ്ചര്യമുളവാക്കുന്ന ആകാശമണ്ഡലത്തിലെ അത്ര വസ്തുതകളും മാറിപ്പോവാനിടയാകും. ஆனால் தேவனோ என்னென்றைக்கும் நிலைத்திருக்கக்கூடியதான தேவன். എന്നാൽ കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നവനായി അനന്യനാകുന്നു. கர்த்தராகிய நீரோ என்னென்றைக்கும் இருக்கிறீர். കർത്താവായ നീയോ അനന്യനാകുന്നു. அவர் பர்வதங்கள் தோன்றும் முன்னும், അവൻ പർവ്വതങ്ങൾ ഉണ്ടായതിനു മുമ്പേ, இந்த பூமி உலகத்தையும் அவர் உருவாக்குவதற்கு முன்பும், അവൻ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു அவர் മുമ്പ് அநாதியாய் என்றென்றைக்கும் தேவனாக இருக்கிறார். അവൻ അനാദിയായ എന്നേക്കുമുള്ള ദൈവമായിരുന്നു. നമ്മുടെ യേശു ക്രിസ്തു நேற்றும் இன்றும் என்றும் அவர் மாறாத தேவனாக இருக்கிறார். നമ്മുടെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാകുന്നു. നമ്മുടെ தேவனுக்கு எந்த மாற்றம் உண்டாக போகிறதில்லை. നമ്മുടെ ദൈവത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാൻ வானம் மாறி போய்விடும், ആകാശം മാറിപ്പോകും, பூமி மாறி போய்விடும், ഭൂമി മാറിപ്പോകും, சூரிய நட்சத்திரங்கள் எல்லாம் இல்லாமல் போய்விடும், സൂര്യനും നക്ഷത്രാദികളെല്ലാം ഇല്ലാതെയായി പോകും, மனுஷர்கள் மாறி போவார்கள். മനുഷ്യരെല്ലാം മാറിപ്പോകും. நான் ആരാധിக்கிற தேவன் என்றென்றைக்கும் மாறாத தேவன். എന്നാൽ നാം ആരാധിക്കുന്ന കർത്താവ് അവൻ എന്നേക്കും മാറാത്തവൻ, நீரோ അനന്യനാകുന്നു. மாறாதவராக இருக்கிறீர். നീയോ അനന്യനാകുന്നു. அத்தனைக்கு மாற்றம் உண்டாகும் போது நம்முடைய தேவனுக்கோ எந்த மாற்றம் உண்டாக போகிறதில்லை. ഈ പറഞ്ഞതിനൊക്കെ മാറ്റമുണ്ടായാലും നമ്മുടെ ദൈവത്തിന് അത് യാതൊരു മാറ്റവും ഇല്ലാതിരിക്കും. നമ്മുടെ യേശു நேற்றும் என்றும் என்றும் மாறாதவராக இருக்கிறார். നമ്മുടെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നാം ആരാധിക്കുന്ന தேவனுடைய விசேஷம் அவர் மாறாத தேவன். നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ വിശേഷത എന്തെന്നാൽ അവൻ അനന്യനായ ദൈവമാകുന്നു. മൽക്കിയ 3-ാം അധികാരം 6-ാം വചനത്തിൽ അവർ என்ன சொல்லுகிறார்? മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൻ എന്ത് പറയുന്നു? நான் கர்த்தர், യഹോവയായ ഞാൻ மாறாதவர். ഞാൻ മാറാത്തവൻ. ஆகினாலே யாக்கோபின் புத்திரராகி நீங்கள் நிர்மூலமாகவில்லை. അതുകൊണ്ട് യാക്കോബിൻ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ஆண்டவர் மாறாதவராக இருக்கிறபடினால்தான் நாம் நிர்மூலமாகாதவர்களாக இருக்கிறோம். നമ്മുടെ യഹോവയായ ദൈവം മാറാത്തവനായതുകൊണ്ടാകുന്നു നാം നിർമൂലമാകാതിരിക്കുന്നത്. நாமோ மாற்றத்துக்குரியவர்களாக இருக்கிறோம். എന്നാൽ നാം എല്ലാവരും മാറ്റത്തിന് நாம் വിധേയരാകുന്നു. ஒரு நாள் ஒரு விதமாக இருக்கிறோம், இன்னொரு நாள் இன்னொரு விதமாக இருக்கிறோம். നാം ഒരു ദിവസം ഒരു വിധത്തിൽ ഇരിക്കുന്നു, മറ്റൊരു ദിവസം മറ്റൊരു വിധത്തിൽ നാം മാറിപ്പോകുന്നു. நாம் மாறிக்கொண்டே வருகிறோம். നാം നമ്മിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയം ഒരു മാറിപ്പോകൂടിയതാണ് ഹൃദയமாக இருக்கிறது. നമ്മുടെ ഹൃദയം പോലും മാറ്റത്തിന് അധീനമായ ഒരു നമ്മുടെ ഹൃദയമാണ്. ഹൃദയം മഹാ കേടും തിരുക്കുമുള്ള ഹൃദയமாக இருக்கிறது. നമ്മുടെ ഹൃദയം വളരെ കപടവും അത് വിഷമവും നിറഞ്ഞതാകുന്നു. இன்றைக்கு ஒன்று பேசுகிறோம், நாளைக்கு ஒன்று பேசுகிறோம். ഇന്നൊന്ന് സംസാരിക്കുന്നു, നാളെ മറ്റൊന്ന് இன்றைக்கு സംസാരിക്കുന്നു. ஒரு காரியத்தை செய்கிறோம், நாளைக்கு வேறொரு காரியத்தை செய்கிறோம். ഇന്ന് ഒരു കാര്യം ചെയ്യുന്നു, നാളെ മറ്റൊരു കാര്യം ചെയ്യുന്നു. இன்றைக்கு
நல்லவர்களாக இருக்கிறோம், நாளைக்கு கெட்டவர்களாக காண்பிக்கிறோம். ഇന്ന് നല്ല മക്കളെ പോലെ കാണപ്പെടുന്നു, എന്നാൽ നാളെ ദുഷ്ടജനം പോലെ ആയിത്തീരുന്നു. இன்னைக்கு ஒரு நல்ல விசுவாசியாக இருக்கிறோம், நாளைக்கு வேறு விதமாக மாறி போகிறோம். ഇന്ന് നല്ല വിശ്വാസിയെ പോലെ ആയിരിക്കുന്നു, നാളെ മറ്റൊരു വിധത്തിലായിത്തീരുന്നു. இந்த வருடத்திலே நம்முடைய வாழ்க்கையிலே ஆண்டவருக்கு விரோதமாக எத்தனையோ காரியங்களை நாம் செய்திருக்கிறோம். ഈ ഒരു വർഷം തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കർത്താവിന് വിരോധമായി നാം എത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. நமக்குள்ள எத்தனையோ மாற்றங்கள் உண்டாயிருக்கிறது. നമ്മുടെ ഉള്ളിൽ തന്നെ എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. நாம் ஒரு பச்சோந்தியை போல இருந்திருக்கிறோம். നാം ഒരു പച്ച ഓന്തിനെ പോലെ ആകുന്നു. இடத்துக்கு இடம் நாம் மாறிக்கொண்டே இருந்திருக்கிறோம். സ്ഥലം മാറുമ്പോൾ അതിനേറ്റ വിധം നമ്മുടെ നിറവും മാറുന്നു. നമ്മുടെ നിറത്തെ നാം എത്രയോ സന്ദർഭത്തിൽ മാറ്റി இருக்கிறோம். എത്രയോ സമയങ്ങളിൽ നമ്മുടെ നിറത്തിന് നാം മാറ്റം വരുത്തി. ஆனால் நாம் ஏன் நிர்மூலமாகவில்லை? എന്നാൽ നാം എന്തുകൊണ്ട് നിർമൂലമാകാതിരിക്കുന്നു? இந்த வருடத்தினுடைய கடைசி பகுதி வரைக்கும் நாம் வந்திருக்கிறோமே. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. ஏன் நிர்மூலமாகவில்லை? എന്തുകൊണ്ട് നാം നിർമൂലമാകാതിരിക്കുന്നു? നമ്മുടെ നീതി നിമിത്തമല്ല, നമ്മുടെ നീതി നിമിത്തമല്ല, നമ്മുടെ പരിശുദ്ധത്തി നിമിത്തമല്ല, നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല. தேவன் മാറാதവരായിരിக்கிறபடினாலே നാം നിർമൂലമാകാതിരിக்கிறோம். യഹോവയായ ദൈവം, നമ്മുടെ ദൈവം മാറാത്തവനായതുകൊണ്ടാകുന്നു നാം നിർമൂലമാകാതിരിക്കുന്നത്. நான் கர்த்தர், நான் மாறாதவர். അവൻ പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. ஆகினாலே யாக்கோபின் புத்திரராகிய நீங்கள் நிர்மூலமாகவில்லை. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. அவர் மனமாற மனுபுஸ்தரன் அல்ல. അവൻ മനസ്താപം ഉണ്ടാക്കുവാൻ അവൻ മനുഷ്യപുത്രനല്ല. அவர் பொய் சொல்லுகிறதான தேவன் அல்ல. അവൻ ഭോഷ്ക് പറയുന്ന ദൈവവുമല്ല. அவர் சொன்னதை பற்றி மனஸ்தாபப்படுகிற தேவன் அல்ல. അവൻ പറഞ്ഞതിനെ പറ്റി മനസ്താപപ്പെടുന്ന കർത്താവല്ല. அவர் மனமாற ஒரு மனுபுத்திரன் அல்ல. അവന്റെ മനസ്സ് മാറുവാൻ അവൻ ഒരു മനുഷ്യനുമല്ല. அவர் கர்த்தர், அவர் மாறாதவர். അവൻ യഹോവ, അവൻ മാറാത്തവൻ. அது ஒரே காரணத்துக்காகத்தான் நாம் நிர்மூலமாகாமல் இந்த வருடத்தினுடைய கடைசி பகுதியில் வந்திருக்கிறோம். ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ വർഷത്തിന്റെ അവസാന സമയത്തിലും നിർമൂലമാകാതെ നാം നിലനിൽക്കുന്നത്. அதைத்தான் நாம் புலம்பல் 3 அதிகாரம் 22 வசனத்தில் வாசிக்கும் போது நாம் நிர்மூலமாகாதிருப்பது கர்த்தருடைய கிருபையே என்று எழுதப்பட்டிருக்கிறது. അതാകുന്നു വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 23 വാക്യത്തിലും നാം വായിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. நாம் நிர்மூலமாகாதிருக்கிறது கர்த்தருடைய கிருபையே, அவருடைய இரக்கங்களுக்கு முடிவில்லை. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. നാം നിർമൂലമാകാതിരുപ്പത് അവരുടെ സുത്തமான கிருபை மாத்திரம்தான். നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ദയ അഥവാ കൃപയാണ്. അവരുടെ ഇറക്കങ്ങൾക്ക് മുടിവേ ഇല്ല. അവന്റെ കരുണ അവസാനിക്കുന്നേ ഇല്ല. 78 സങ്കീർത്തനം 38 വചനത്തിൽ വാസിக்கிறோம். 78 സങ്കീർത്തനം 38 വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ അവരെ അழிക്കவில்லை. അവൻ അവരെ നശിപ്പിച്ചില്ല. അവർ ഇറക്കമുള്ളവരാக അവരുടെ അക്രമങ്ങളെല്ലാം മன்னித்தாராம். അവൻ കരുണയുള്ളതുകൊണ്ട് അവരുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ചു. അനേക തരം തമது കോപത്തെ വിലക്കിവിട്ടാர். അനേക പ്രാവശ്യം തന്റെ കോപത്തെ ദൈവം അടക്കി കളഞ്ഞു. ആണ്ടവർ നമ്മെ അழிക്കவில்லை. കർത്താവ് നമ്മെ നശിപ്പിച്ചില്ല. അവർ നമ്മെ നിർമൂലമാക്കவில்லை. കർത്താവ് നമ്മെ നിർമൂലമാക്കിയില്ലല്ലോ. കാരണം നമ്മുടെ അക്രമങ്ങളെല്ലാം അവർ മன்னித்தார். എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അകൃത്യങ്ങളെല്ലാം നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ചു. അവരുടെ കോപം ഒരേ ഒരു നിമിഷം താൻ. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ദയവോ നീടിയ വാഴ്വ്, അവന്റെ ദയ അത് നിത്യമായിട്ടുള്ളതാകുന്നു. അനേക തരം ഒരു കോപത്തെ വിലക്കിവിട്ടാർ. പല പ്രാവശ്യവും അവന്റെ കോപം അവൻ അടക്കി കളഞ്ഞു. നമ്മേലെ അവർ അനേക തര കോപം ഉണ്ടാകും. നമ്മോടും എത്രയോ പ്രാവശ്യം കോപിച്ചിരിക്കാം. ആനാലും നമ്മുടെ കോപത്തെ ഉടനടിയാக വിലക്കിക്കൊണ്ട, എന്നാൽ ഉടൻ തന്നെ തന്റെ കോപത്തെ അവൻ അടക്കിക്കളയുകയാണ് കോപം നമ്മെ നിലത്തിരിക്കും എന്നാൽ നാം നിർമൂലമാകിയിരിപ്പോ. ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ നിലനിന്നിരുന്നുവെങ്കിൽ എന്നേ നാം നിർമൂലമായേനെ. നമ്മുടെ ദേവൻ മാറാത്ത ദേവനാக இருக்கிறார். അതെ, നമ്മുടെ ദൈവം മാറാത്തവൻ. അവർ ഇരിക്കുന്നവരും ഇരുന്നവരും വരുகிறവരുമാകിയ ദേവൻ. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവ്. അൽപാവും ഒമേഗാവും ആദിയും അന്തവുமாக இருக்கிறார். അവൻ ആൽഫയും ഒമേഗയും ആദ്യനും അന്തനും. അവർ മുന്തിനവരും പിന്തിനവരുമാകിയ ദേവൻ. അവൻ മുൻപനും ആദ്യനും അവൻ മുമ്പനും ഇനിയും പിൻപുള്ളവനും കൂടിയാകുന്നു. എന്നെ തവിர ദേവൻ ഇല്ല എന്ന് சொல்லுகிறார். എന്നെ കൂടാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് പറയുന്നു. അവരെ തവിர വേറൊരു ദേവൻ ഇല്ല. അവൻ അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. അവർதான் അൽപാവും ഒമേഗാവുமாக இருக்கிறார். അവനാകുന്നു ആൽഫയും ഒമേഗയും. അവർ ആദിയും അന്തവുமாக இருக்கிறார். അവൻ ആദ്യനും അന്തനും. അവർ മുന്തിനവരും പിന്തിനവരുமாக இருக்கிறார். അവൻ ആദ്യവും അന്തവുമാകുന്നു. അവർ ഇരിക്കുന്നവരും ഇരുന്നവരും ഇനി വരപ്പോகிறதான ദേവനാக இருக்கிறார். അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും ഇനി വരുവാൻ പോകുന്നവനും. அப்படிப்பட்டதான ஒரு மாறாத தேவனை தான் நாம் ஆராதித்துக் கொண்டு வருகிறோம். അപ്രകാരമുള്ളൊരു മാറാത്ത കർത്താവിനെയാണ് നാം ആരാധിച്ചു വരുന്നത്. അതിനാലേ മാറി പോകുന്നதான
இந்த உலகத்தின் மீது அல்ல, மாறாத தேவன் மேலேயே நம்முடைய சிந்தை காணப்பட வேண்டும். ആകയാൽ ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിന്മേലല്ല, മാറാത്ത ദൈവത്തിന്മേലായിരിക്കണം നാം നമ്മുടെ ശ്രദ്ധ വച്ചിരിക്കേണ്ടത്. இரண்டு விஷயங்கள் மாறாத விஷயங்களாக நமக்கு இருக்கிறது. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറാത്തതായി കാണപ്പെടുന്നു. എബ്രായർ 6-ാം അധികാരം 18-ാം വചനത്തിൽ பார்க்கும்போது, എബ്രായ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, நமக்கு முன் வைக்கப்பட்ட நம்பிக்கையை பற்றிக் கொள்ளும்படி அடைக்கலமாய் ஓடி வந்த நமக்கு இரண்டு மாறாத விசேஷங்களினால் நிறைந்த ஆறுதல் உண்டாகும்படிக்கு எவ்வளவேனும் பொய்யுரையாத தேவன் அப்படி செய்தார். അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. நாம் அடைக்கலமாக ஓடி வந்த நமக்கு இரண்டு மாறாத விசேஷங்கள் பெரிய நம்பிக்கையாக இருக்கிறது. ശരണത്തിനായി ഓടി വന്ന നമുക്ക് രണ്ട് കാര്യങ്ങൾ മാറാത്ത ഒരു വലിയ പ്രത്യാശയാകുന്നു. மாறாத விசேஷங்களால் நிறைந்த ஆறுதல் உண்டாகிறது. ആ മാറാത്ത ആ രണ്ട് കാര്യങ്ങളാൽ നമുക്ക് വലിയൊരു പ്രത്യാശ ഉണ്ടാകും. நமக்கு இருக்கிற ரெண்டு மாறாத விசேஷங்கள் என்ன? നമുക്ക് ഉള്ള രണ്ട് മാറാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ മരണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, അവരുടെ ഉയർത്തെഴുതൽ, നമ്മുടെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അവരുടെ മരണം ഉയർത്തെഴുതലും മാറാത്തവകളാக இருக்கிறது. നമ്മുടെ കർത്താവായ യേശുവിന്റെ മരണവും അവന്റെ പുനരുത്ഥാനവും മാറാത്തതാകും. അവർ നമുക്കാக മരിத்தார், നമുക്കാக ഉയർത്തെഴുந்தார். അവൻ നമുക്കായി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. அதுதான் நமக்கு மிகுந்த ஆறுதல் உண்டாக்குறதா രണ്ട് മാറാத വിശേഷങ്ങൾ. അതാകുന്നു നമുക്ക് ഏറ്റവും അധികം പ്രത്യാശ നൽകുന്നതായ മാറാത്ത രണ്ട് കാര്യങ്ങൾ. മരിച്ചേൻ ആനാലും ഇതോ സദാകാലങ്ങളിലും ഉയിരോട് ഇരിக்கிறேன் എന്ന് சொன்னார். ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ സദാകാലത്തേക്കും ജീവനോടെ ഇരിക്കുന്നു. യേശു മാറാத ദേവൻ, നമ്മുടെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ. അവർ നമുക്കാக മരിத்து നമുക്കാக ഉയർത്തെഴുந்து ഇன்றைக்கு நமக்காக ജീവിத்துக் கொண்டிருக்கிறார். അവൻ നമുക്ക് വേണ്ടിയാകുന്നു മരിച്ചത്, നമുക്ക് വേണ്ടിയാകുന്നു പുനരുത്ഥാനം പ്രാപിച്ചത്, ഇന്നും നമുക്ക് വേണ്ടിയാകുന്നു അവൻ ജീവിക്കുന്നതും. നാം ആരാധിക്കുന്ന ദേവൻ ജീവനുള്ള ദേവൻ, നാം ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവം. വിശ്വാസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി സത്തமாக ഹല്ലേലൂയ சொல்லுங்க. നാം ആരാധിക്കുന്ന ദേവൻ മാറാத தேவன், നാം ആരാധിക്കുന്ന ദൈവം മാറാത്തവൻ. അവർ എന്നേക്കും നിലനിൽക്കக்கூடியதான தேவൻ, അവൻ എന്നേക്കും നിലനിൽപ്പാൻ അവർ நமக்காக ஒரு ராஜ்யத்தை அவர் ஆயத்தம் பண்ணும்படியாக போயிருக்கிறார். നമുക്കായി ഒരു രാജ്യമുണ്ടാക്കുവാൻ പോയിരിക്കുകയാണ്. நான் உங்களுக்காக ஒரு ஸ்தலத்தை ஆயத்தம் பண்ணின பின்பு உங்களிடத்தில் வந்து உங்களிடத்தில் நான் சேர்த்துக் கொள்வேன் என்று இயேசு சொல்லி சென்றார். ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കിയതിനു ശേഷം വീണ്ടും നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കേണ്ടതിനായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമ്മുടെ ആണ്ടവർ നമുക്കാக ഒരു കൈവേലില്ലാത്ത ഒരു നിത്യ വീട്ടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാർ. കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനത്തെ നമ്മുടെ കർത്താവ് നമുക്കായി ഉണ്ടാക്കുന്നു. அந்த வீட்டுக்காக கூட நாம் பிரயாசப்பட வேண்டியவர்களாக இருக்கிறோம். ആ ഭവനത്തിന് വേണ്ടിയും നാം പാടുപെടുന്നവരായിരിക്കണം. നമ്മുടെ ஆண்டவர் நிலைத்திருக்கிறது போல அவர் நமக்காக உண்டு பண்ணுகிறதான அந்த வாசஸ்தலம் நித்தியமாக நிலைத்திருக்கக்கூடிய வாசஸ்தலம். നമ്മുടെ കർത്താവ് നിലനിൽക്കുന്നത് പോലെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലവും നിലനിൽക്കുന്നതാണ്. നാം 23-ാം സങ്കീതം 6-ാം വചനത്തിൽ വാസിക്കും போது സംഗീതക്കാരൻ சொல்லுகிறார், நான் கர்த்தருடைய வீட்டிலே நீடித்த நாட்களாக நிலைத்திருப்பேன் என்று சொல்லுகிறார். 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നാം എന്നേക്കും കർത്തരുടെ വീട്ടിലെ നാം നീടിത്ത നാட்களாக നിലത്തിരിക്ക வேண்டும். നാം എന്നേക്കുമായി കർത്താവിന്റെ ഭവനത്തിൽ ദീർഘകാലം വസിക്കേണ്ടുന്നവരാകുന്നു. നാം എന്നേക്കുமாக നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിലത്തിരുന്നാൽ தான் നാം നിത്യ വീട്ടിലെ പോയി നിലത്തിരിക്ക முடியும். എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിത്യഭവനത്തിൽ പോയി നമുക്ക് നിലനിൽപ്പാൻ இந்த കഴിയൂ. ഭൂമിയിലെ അവകൾ നമുക്ക് നിലത്തിരുന്നാൽ നാം നിത്യ വീട്ടിലെ പോയി നാം എന്നേക്കും നിലത്തിരിക്ക முடியும். ഈ ഭൂമിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിന്നാൽ മാത്രമേ നിത്യഭവനത്തിൽ പോയി നമുക്ക് നിലനിൽപ്പാൻ കഴിയൂ. നമുക്ക് നേരമില്ലാത്തതിനാൽ ഞാൻ ചുരുക്കமாக ചില വിഷയങ്ങളെ சொல்லுகிறேன். സമയം കുറവായതിനാൽ ചുരുക്കമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. நம்முடைய ரட்சிப்பு நாம் பெற்றிருக்கிறதான் ரட்சிப்பின் மூலமாகத்தான் நாம் എന്നേക്കും നിലത്തിരിக்க പോകുகிறோம். നാം പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷ മുഖാന്തരം നാം എന്നേക്കുമായി നിലനിൽപ്പാൻ പോകുന്നു. നാം അത് യേശയ്യാവിൻ ദീർഘദർശന പുസ്തകത്തിൻ 51-ാം അധികാരത്തിൻ 6-ാം വചനത്തിൽ பார்க்கிறோம். യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:6 നാം അത് വായിക്കുന്നു. உங்கள் கண்களை வானத்துக்கு ஏறிடுங்கள், கீழே இருக்கிற பூமியை நோக்கி பாருங்கள், வானம் புகையை
போல் ஒழிந்து போம், பூமி வஸ்திரத்தை போல் பழசாய்ப்போம், அதன் குடிகளும் அப்படியே ஒழிந்து போவார்கள். என் രക്ഷിപ്പോ என்றென்றைக்கும் இருக்கும், என் നീതി അറ്റുപോവതില്ലേ. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല. ஆண்டவர் நமக்கு கொடுத்திருக்கிறதான அந்த ரட்சிப்பு தான் என்னென்னேக்கும் நிலைத்திருக்கும். ഒന്നാമത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷ എന്നേക്കും நாம் ഇരിക്കുന്നതാണ്. இந்த மேன்மையான ரட்சிப்பை நாம் அடைந்திருக்கிறோம். ഈ വലിയ രക്ഷയെ നാം പ്രാപിച്ചിരിക്കുന്നല്ലോ. நாம் இந்த ரட்சிப்பின் பூர்ணத்தை அடைந்து கொள்வதுதான் என்னென்னேக்கும் நிலைத்திருக்க போகிறது. ഈ രക്ഷയുടെ ആ പൂർത്തി പ്രാപിക്കുമ്പോഴാകുന്നു അത് എന്നേക്കും നിലനിൽക്കുന്നതായി തീരുന്നത്. கடைசி ரட்சிப்பை அடைந்து நம்முடைய இயேசுவை சந்திக்கும் போது ஒரு இரக்கம் நமக்கு கிடைக்கும். அந்த இரக்கத்தை பெற்றுக்கொண்டு அவருடைய சமூகத்தில் சேர்த்துக் கொள்ளப்படுவோம் என்றால் அந்த ரட்சிப்பு என்னென்னேக்கும் நிலைத்திருக்கும். ஆகையினால்தான் முடிவு பெரிய நிலைநிற்கிறவனே ரட்சிக்கப்படுவான்னு சொல்லப்பட்டிருக்கிறது. നമ്മുടെ അന്ത്യരക്ഷയ്ക്ക് വേണ്ടി നാം കാത്തിരുന്ന് അത് നാം പ്രാപിക്കുമ്പോൾ അപ്പോൾ നമുക്ക് വെളിപ്പെടുന്ന കൃപയ്ക്കൊത്തവണ്ണം നാം ആ രക്ഷാപൂർത്തിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയാകും. അതുകൊണ്ടാകുന്നു അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. இரண்டாவதாக 24ஆம் சங்கீதம் 3-4 வசனங்களிலே சங்கீதக்காரர் ஒரு கேள்வி எழுப்புகிறான், யார் அவருடைய பரிசுத்த ஸ்தலத்தில் நிலைத்திருப்பார்கள்? രണ്ടാമതായി 24-ാം സങ്കീർത്തനം 3-4 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഒരു ചോദ്യം ചോദിക്കുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? அவருடைய பரிசுத்த ஸ்தலத்தில் யார் என்னென்னைக்கும் நிலைத்திருப்பார்கள்? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ എന്നേക്കും നിൽക്കും? ஒரு கேள்வி எழுப்பிவிட்டு அதற்கான ஒரு பதிலையும் கொடுக்கிறார். ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു, അതിനുള്ളൊരു ഉത്തരവും അവിടെ കാണുന്നു. கைகளிலே சுத்தமுள்ளவன், വെടിപ്പുള്ള കൈയുള്ളവർ, இருதயத்திலே மாசில்லாதவன், നിർമ്മല ഹൃദയമുള്ളവർ, தன் ஆத்மாவை மாயான காரியங்களுக்கு ஒப்புக்கூடாதவன், തങ്ങളുടെ മനസ്സ് വ്യാജത്തിന് വെക്കാത്തവർ, கபடாய் ஆணையிடாமலும் இருக்கிறவனே. കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവർ. யாருடைய கைகளில் சுத்தம் இருக்கிறதோ, ആരുടെ കൈയാകുന്നു വെടിപ്പുള്ളത്? யார் தன்னுடைய இருதயத்தில் மாசில்லாதவர்களாக இருக்கிறார்களோ, ആരാകുന്നു ഹൃദയത്തിൽ യാതൊരു കളങ്കവുമില്ലാതെ നിർമ്മലമായിരിക്കുന്നത്? யார் இந்த உலகத்தினுடைய மாயான காரியங்களுக்கு தன்னுடைய ஆத்மாவை ஒப்புக்கூடாமல் காத்துக் கொள்ளுகிறார்களோ, ആരൊക്കെ ഈ ലോകത്തിന്റെ വ്യാജങ്ങൾക്ക് മനസ്സ് വെക്കാതിരിക്കുന്നുവോ அவர்கள் என்றென்றைக்கும் பரிசுத்த பருவத்தில் நிலைத்திருப்பார்கள். അവരാകുന്നു എന്നേക്കും ആ വിശുദ്ധ സ്ഥലത്ത് കാണപ്പെടുന്നത്. நம்முடைய இருதயம் ஒரு மாசில்லாத இருதயமாக இருக்க வேண்டும். നമ്മുടെ ഹൃദയം ഒരു കളങ്കമില്ലാത്ത ഹൃദയമാകണം. ஏனென்றால் மனுஷன் முகத்தை பார்க்கிறான், தேவனோ இருதயத்தை பார்க்கிறார். എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയത്തെ നോക്കുമ്പോൾ, മനുഷ്യൻ മുഖത്തെ നോക്കുമ്പോൾ ദൈവമോ ഹൃദയത്തെ ആകുന്നു നോക്കുന്നത്. ஆண்டவர் நம்முடைய இருதயத்தை பார்த்துதான் நமக்கு எல்லாம் செய்கிறார். ദൈവം നമ്മുടെ ഹൃദയം നോക്കിയാണ് നമുക്കെല്ലാം ചെയ്തു ஒரு തരുന്നത്. தேவனுடைய பிள்ளை தன்னுடைய இருதயத்தை மாசில்லாதவர்களாக வைத்துக் கொள்ள வேண்டும். ഒരു ദൈവ പൈതൽ തന്റെ ഹൃദയം കളങ്കമില്ലാതെ മാലിന്യമില്ലാതെ സൂക്ഷിക്കണം. நம்முடைய கைகள் சுத்த கைகளாக இருக்க வேண்டும். നമ്മുടെ കരങ്ങൾ ശുദ്ധമായ വെടിപ്പുള്ള കൈകളായിരിക്കണം. அப்படி என்றால் நாம் என்னென்றைக்கும் நிலைத்திருக்கிற தேவனோடு கூட நாமும் கூட என்னென்றைக்கும் காணப்பட முடியும். അങ്ങനെയെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന ആ കർത്താവിനോടുകൂടി നാമും നിലനിൽപ്പാനിടയാകും. மூன்றாவதாக நாம் தீமையை விட்டு நன்மையை செய்ய வேண்டும் என்று, தீமையை விட்டு விலகி நன்மை செய்ய வேண்டும் என்று சங்கீதம் 37:27 வாசிக்கிறோம். മൂന്നാമത് നാം തിന്മ ഉപേക്ഷിച്ച് നന്മ ചെയ്യുന്നവരായിരിക്കണമെന്ന് 37-ാം സങ്കീർത്തനം 27-ാം വാക്യം വായിക്കുന്നു. தீமையை விட்டு விலகி நன்மை செய், என்றென்றைக்கும் நிலைத்திருப்பாய். தீமையை விட்டு விலகி நன்மை செய், அப்பொழுது என்றென்றைக்கும் நிலைத்திருப்பாய். ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ സദാകാലം സുഖമായി இந்த വസിക്കും. பூமியிலே நாம் தீமையெல்லாம் விட்டு விலகி எப்பொழுதும் நன்மை செய்ய வேண்டும். ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ദോഷമെല്ലാം വിട്ടൊഴിഞ്ഞ് നാം ഗുണം ചെയ്യുന്നവരാകണം. இந்த பூமியிலே நம்மை ஆண்டவர் தீமை செய்வதற்காக அல்ல, நன்மை செய்வதற்காகத்தான் வைத்திருக்கிறார். ഈ ലോകത്തിൽ നാം ആർക്കും ദോഷം ചെയ്യുവാനല്ല, നന്മ ചെയ്യേണ്ടതിന്, ഗുണം ചെയ്യേണ്ടതിനാണ് വെച്ചിരിക്കുന്നത്. நாம் பூமியில நன்மை செய்ய செய்ய பரலோகத்தில் நாம் பொக்கிஷத்தை சேர்த்து வைக்கிறோம். നാം ഭൂമിയിൽ എത്രത്തോളം ഗുണം ചെയ്യുന്നുവോ അത്രത്തോളം നിക്ഷേപം സ്വർഗത്തിൽ നമുക്കുണ്ടായിരിക്കും. அப்போஸ்தலனாகிய பவுல் இந்தியாவிலே ஊழியம் செய்த பொழுது அவரை குறித்தான ஒரு சரித்திர கதை ஒன்று உண்டு. അപ്പോസ്തലനായ അപ്പോസ്തലനായ തോമസ് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ തന്നെ പറ്റി ഒരു സംഭവമുണ്ട്. அவரை குறித்து ஒரு ராஜா கேள்விப்பட்டான். തന്നെ കുറിച്ച് ഒരു രാജാവ് കേൾക്കുകയുണ്ടായി. இந்தியாவிலே ஆளுகை செய்து கொண்டிருந்தான் ஒரு பகுதியை ஆண்டுதான் ஒரு ராஜா. அவன் குண்டரோஸ் என்கிறது அவருடைய பெயர்.
കുണ്ടറോസ് എന്ന ഇന്ത്യയിൽ അന്ന് ഒരു ഭാഗത്തും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവ് തോമസ് അപ്പോസ്തലനെ പറ്റി കേട്ടു. ഈ തോമാவை குறித்த കാര്യങ്ങളെല്ലാം അവർ കേൾവിപ്പെട്ടാர். ഈ തോമസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവൻ കേട്ടു. അവർക്ക് കൈ തിരണ്ടിരിക്കുന്നതേ അവൻ കണ്ടുകൊണ്ടാണ്. കൈ ചുരുണ്ടിരിക്കുന്നതിനെ താൻ കണ്ടു. ആകിനാലേ അവൻ തനക്കൊண்டு ഒരു അരൺമനയെ കട്ട വേണ്ടുമെന്ന് അവനിടത്തിലെ അതിற்கு தேவையான പണത്തെ എല്ലാം കൊടുത്താണ്. അതുകൊണ്ട് തനിക്കൊരു കൊട്ടാരം കെട്ടേണ്ടതിന് അവന് ആവശ്യമായുള്ള പണങ്ങളെല്ലാം നൽകി. അവർ കൊടുത്താന പണത്തെ രാജാവ് കൊടുത്ത പണത്തെ എല്ലാം അവർ വാങ്ങിക്കൊണ്ടാണ്. രാജാവ് കൊടുത്ത പണമെല്ലാം തോമസ് അപ്പോസ്തലൻ വാങ്ങി. கொஞ்ச நாட்கள் கழித்த பிறகு ராஜா அவர் அழைத்து கேட்டார், எனக்காக நீ அரண்மனையை கட்டினாயா என்று கேட்டார். കുറച്ചു നാൾ കഴിഞ്ഞ് രാജാവ് ചോദിച്ചു, നിനക്ക് വേണ്ടി നീ ഒരു അരമന, ഒരു കൊട്ടാരം പണിതോ? அப்பொழுது இவர் சொன்னார் ராஜாவினிடத்தில், உமக்காக இந்த பூமியிலே ஒரு அரண்மனை கட்டினால் அது அழிந்து போய்விடும். അപ്പോൾ താൻ രാജാവിനോട് പറഞ്ഞു, എനിക്കായി പ്രകാരം ഈ ഭൂമിയിൽ ഒരു കൊട്ടാരം പണിഞ്ഞാൽ അത് നശിച്ചു പോകും. ஆகினால் நித்தியத்தில் உமக்காக நான் வீட்டை கட்டியிருக்கிறேன். ആകയാൽ നിത്യതയിൽ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. ராஜா இப்பொழுது விளையும் கொண்டான், இவன் கொடுத்த பணத்தை எல்லாம் ஏழைகளுக்கு எல்லாம் கொடுத்து செலவு செய்து விட்டான். അപ്പോൾ രാജാവിന് മനസ്സിലായി, ഇവന് കൊടുത്ത പണമെല്ലാം ഇവൻ പാവപ്പെട്ടവർക്ക്, സാധുക്കൾക്ക് നൽകി അവരെ സഹായിച്ചു. அதனால் அவனுக்கு ஒரு நித்தியத்திலே வீடு கட்டப்பட்டிருக்கிறது என்று சொன்னார். അതുകൊണ്ട് നിത്യതയിൽ ഒരു ഭവനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. നാം இந்த பூமியிலே செய்கிறதா நன்மைகள் எல்லாம் நமக்கு நித்தியத்திலே പ്രതിഫലനാக മാറും. ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന ഓരോ നന്മയും അത് നിത്യതയിൽ പ്രതിഫലമായി മാറും. നാം പരലോകത്തിലെ പൊക്കിഷങ്ങളെ ചേർത്ത് வைக்க வேண்டும். നാം നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് നിക്ഷേപങ്ങൾ ചേർത്ത് വെക്കുന്നവരാണ്. നാം പൊക്കിഷത്തെ ചേർത്ത് வைத்தால் அங்கே பூச்சியும் துருவும் கெடுத்தும் கள்ளர்கள் கள்ளமிட்டு திருடி விடுவார்கள். ഈ ഭൂമിയിൽ നാം നിക്ഷേപങ്ങൾ കൂട്ടിവെച്ചാൽ അത് കള്ളൻ വന്ന് മോഷ്ടിക്കുവാനും പുഴുവും തുരുമ്പും കെടുത്തുവാനും ഇടയായിത്തീരും. இந்த பூமியிலே நாம் நம்மால் இயன்ற நன்மைகளை நாம் செய்கிறவர்களாக இருப்போம். അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം നന്മ ചെയ്യുന്നവരായിരിക്കണം. നാം தீமையை விட்டு விலகுவோம். നാം ദോഷം വിട്ട് അകലാം. பொல்லாங்காய் தோன்றுகிற எல்லாவற்றையும் விட்டு விலகுவோம். ദോഷമെന്ന് തോന്നുന്ന സകലത്തെയും വിട്ട് നമുക്ക് അകന്നു പോകാം. நாம் என்றென்றைக்கும் நிலைத்திருப்போம். അപ്പോൾ നാം സദാകാലം സുഖമായി വസിക്കും. നാലാമதாக கர்த்தரை நம்புகிறவர்கள். നാലാമതായി കർത്താവിനെ വിശ്വസിക്കുന്നവർ. 125 சங்கீதம் 1 வசனத்திலே கர்த்தரை நம்புகிறவர்களோ என்றென்றைக்கும் அசையாம் நிலைத்திருக்கும் സിയോൻ പർവ്വതത്തെ പോലെ இருப்பார்கள். 125 സങ്കീർത്തനം 1 വായിക്കുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. கர்த்தரை நம்புகிறவர்கள் என்றென்றைக்கும் அசைக்கப்படாதிருக்க സിയോൻ പർവ്വതത്തെ പോലെ இருப்பார்கள். ആകയാൽ യഹോവയിൽ വിശ്വസിക്കുന്നവർ, ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ஆண்டவர் மீது வைத்திருக்கிறதான அந்த நம்பிக்கையை நாம் கடைசி வரைக்கும் உறுதியாய் காத்துக்கொண்டால் நம்முடைய வீடாக இருப்போம். ആകയാൽ കർത്താവിൽ നാം വെച്ചിരിക്കുന്ന ആശ്രയം അവസാനത്തോളം നാം സൂക്ഷിക്കുന്നെങ്കിൽ അവസാനത്തിൽ അവന്റെ ഭവനമായി നാം നിലനിൽക്കും. கர்த்தரை நம்புகிறவர்கள் என்றென்றைக்கும் அசையாமல் இருக்கிற സിയോൻ പർവ്വതത്തെ പോലെ இருப்பார்கள். യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ஐந்தாவதாக 19 നീതിമൊഴികൾ 19 அதிகாரம் 23 വചനത്തിൽ, അഞ്ചാമതായി സദൃശ്യവാക്യം 19 അധ്യായം 23 വാക്യം വായിച്ചാൽ, கர்த்தருக்கு பயப்படுதல் ஜீவனுக்கு ஏதுவானது, அதை அடைந்தவன் திருப்தி அடைந்து நிலைத்திருப்பான், தீமை அவனை அணுகாது. യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. കർത്തർക്ക് ഭയപ്പെടുகிறதான ഭയം, യഹോവ ഭക്തി അഥവാ ദൈവ ഭയം, കർത്തருக்கு ഭയപ്പെടുதல் ജീവനുக்கு ஏதுவானதாம். അത് ജീവഹേതുകമാകുന്നു. அதை அடைந்தவன் திருப்தி அடைந்து என்றென்றைக்கும் நிலைத்திருப்பான். അതുള്ളവർ തൃപ്തരായി എന്നേക്കും അവർ നിലനിൽക്കും. ஆண்டவருக்கு பயப்படுகிற பயம் நம்முடைய வாழ்க்கையிலே நம்முடைய மரணபரியந்தம் காணப்பட வேண்டும். ആകയാൽ ദൈവ ഭയം നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, ജീവപര്യന്തം നാം സൂക്ഷിക്കണം. കർത്തருக்கு ഭയപ്പെടുகிற பயத்தை நாம் இழந்து விட்டால் நம்முடைய நித்திய ஜீவனை இழந்து விடுவோம். നാം ദൈവത്തോടുള്ള ഭയം അഥവാ യഹോവ ഭക്തി നാം നഷ്ടമാക്കി കളഞ്ഞാൽ നിത്യജീവനാണ് നമുക്ക് നഷ്ടമാകുന്നത്. കർത്തருக்கு ഭയപ്പെടുகிறதான பயம் தான் ஜீவனுக்கு ஏதுவான. ആകയാൽ യഹോവ ഭക്തി ദൈവ ഭയമാകുന്നു നമുക്ക് ജീവഹേതുകമാകുന്നത്. ആറാമதாக നീതിമൊഴികൾ 12:19 വാസിக்கிறோம். ആറാമതായി സദൃശ്യവാക്യം 12:19 വായിച്ചാൽ, സത്യ ഉദട് എന്നേക്കും നിലനിൽക്കുമോ? സത്യം പറയുന്ന അധരം അതെന്നേക്കും നിലനിൽക്കും. ദേവനുടെ പിള്ളേരുടെ ഉദട് സത്യ ഉദടാக കാണപ്പെட வேண்டும். ഒരു ദൈവ പൈതലിന്റെ വായി അഥവാ അധരം സത്യം പറയുന്നതായിരിക്കണം. നാം സത്യം சொல்லுகிறவர்களாக സത്യ ഉദടാக നമ്മുടെ ഉദട് കാണപ്പെட வேண்டும். നമ്മുടെ അധരങ്ങൾ സത്യം പറയുന്ന അധരങ്ങളായിരിക്കണം. നാം പൊയ്യെ നടപ്പിക്കുന്ന ഒന്നും അതിലെ പ്രവേശിപ്പതില്ല. ഭോഷ്കും അതിൽ പ്രവർത്തിക്കുന്നവരൊന്നും അതിൽ പ്രവേശിക്കുകയില്ല. அந்த ராஜ்யம் சத்தியவானுடைய ராஜ்யமாக இருக்கிறது. ആ രാജ്യം
സത്യത്തിന്റെ രാജ്യമാകുന്നു. நாம் சத்தியத்தை கைக்கொள்கிறவர்களாக, நாம் சத்தியத்தை பேசுறவர்களாக, உண்மையை பேசுறவர்களாக இருக்க வேண்டும். നാം സത്യം കൈക്കൊള്ളുന്നവരാകുന്നു. നാം അതുകൊണ്ട് സത്യം മാത്രം സംസാരിക്കേണ്ടുന്നവരും ആയിരിക്കണം. நாம் ஏழாவதாக நாம் என்னைக்கும் நிலைத்திருக்க வேண்டும் என்றால், ഏഴാമതായി നാം എന്നേക്കും നിലനിൽക്കണമെങ്കിൽ யோவான் 6:56 வாசிக்கும் போது, യോഹന്നാൻ 6:56 വായിക്കുന്നത് പോലെ, அவருடைய மாம்சத்தை புசித்து அவர் ரத்தத்தை பானம் பண்ணுகிறவங்க தான் என்னைக்கும் நிலைத்திருப்பாங்க. അവന്റെ രക്തം കുടിക്കുകയും അവന്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നവർ എന്നേക്കും നിൽക്കും. அவருடைய மாம்சத்தை புசித்து ரத்தத்தை பானம் பண்ணுகிறதான் அவருடைய சபையில கர்த்தர் வைத்திருக்கிறார். അവന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന ഒരു സഭയിൽ കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നല്ലോ. நாம் என்னைக்கு அவருடைய மாம்சத்தை புசித்து ரத்தத்தை பானம் பண்ணக்கூடியவர்களாக நாம் இருக்க வேண்டும். ആകയാൽ നാം എന്നേക്കും അവന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ ആയിരിക്കണം. സഭയിലെ പന്തി കർത്തരുடைய പന്തി നടക്കും പൊழுதெல்லாம் அதில் நாம் பங்கு பெற வேண்டும். കർത്താവിന്റെ സഭയിൽ, നമ്മുടെ ദൈവസഭയിൽ തിരുവത്താഴം എപ്പോഴെല്ലാം നടക്കുന്നുവോ അപ്പോഴെല്ലാം നാം അതിൽ പങ്കെടുക്കുന്നവരാകണം. മാംസത്തെ புசித்து ரத்தத்தை பானம் பண்ணுகிறதான கூட்டத்தில் நாம் காணப்படுவோம் என்றால் அன்றைக்கும் நிலைத்திருக்கிற இடத்துல காணப்படும். യേശുവിന്റെ മാംസത്തെ ഭക്ഷിച്ച് യേശുവിന്റെ രക്തം കുടിക്കുന്നവരായി നാം കാണപ്പെട്ടാൽ അവനോടുകൂടി എന്നേക്കും നാം നിലനിൽക്കും. നാം എന്നേക്കും അവരോട് നാം നിലത്തിരിക്കുമ്പടിயாக നാം അழைக்கப்பட்டிருக்கிறோம். എന്നേക്കും ആ കർത്താവിനോടുകൂടി നിലനിൽക്കാനാകുന്നു നാം വിളിക്കപ്പെട്ടത്. അടുത്തதாக നാം അവരുടെ കുമാരനാக இருந்தால் നാം എന്നേക്കും നിലത്തിരിப்போம். അടുത്തതായി നാം ദൈവപുത്രന്മാരായിരുന്നാൽ എന്നേക്കും നിലനിൽക്കും. ഒരു അടിമ എന്നേക്ക് വീട്ടിൽ നിലത്തിരിക്ക முடியாது. ഒരു അടിമ, ഒരു ദാസൻ ഒരിക്കലും എന്നേക്കും വീട്ടിൽ പാർക്കുകയില്ല. യോഹന്നാൻ 8:35 വാസിക്കുമ്പോൾ, യോഹന്നാൻ 8:35 വായിക്കുന്നു, ഒരു അടിമ എന്നേക്ക് വീട്ടിൽ இருக்க முடியாது. ഒരു ദാസൻ എന്നേക്കും വീട്ടിൽ പാർക്കുവാൻ കഴിയുകയില്ല. പഴയ ഏർപ്പാട്ട് കാലത്ത് ഒരു അടിമ എന്ന് சொன்னால் അവൻ 7 வருடங்கள் இருந்த பின்பு விடுதலையாகி போய் விடுவான். പഴയ നിയമ കാലത്തിൽ ഒരു ദാസൻ ഉണ്ടായാൽ 7 വർഷം സേവിച്ചിട്ട് പിന്നീട് അവന് സ്വതന്ത്രനായി തീരാൻ കഴിയും. ஆனால் ஒரு அடிமையாக இருப்பான் என்றால் அவன் என்னைக்கு அந்த வீட்டில் இருக்க முடியாது. അതുകൊണ്ട് ഒരു ദാസനായിരുന്നാൽ അവൻ എന്നേക്കും ആ ഭവനത്തിലായിരിക്കാൻ കഴിയുകയില്ല. കുമാരനാக இருந்தால் എന്നേക്കും നിലത്തിരുപ്പാൻ. എന്നാൽ പുത്രനായിരുന്നാൽ അവൻ എന്നേക്കും നിലനിൽപ്പാൻ കഴിയും. നമ്മെ അവരുടെ കുമാരരും കുമാരത്തികളുமாக അழைத்திருக்கிறார். കർത്താവ് നമ്മെ തന്റെ പുത്രന്മാരും പുത്രിമാരും ആക്കിയിരിക്കുകയാകുന്നു. നീ കുമാരനാണാൽ നാം അവരോടുകൂടെ, അവരുടെ കുമാരനാണാൽ അവരുടെ സ്വന്തരാக നാം இருக்கிறோம். ആകയാൽ നാം പുത്രനെങ്കിലോ അവനോടുകൂടി അവകാശികളുമാകുന്നു. ஆண்டவராய் இயேசு கிறிஸ்து அவரை குறித்து சொல்லப்பட்டிருக்க ஒரு குமாரனாக அவருடைய வீட்டில் எங்கு உண்மையிலவராக இருந்தார். കർത്താവായ യേശു ക്രിസ്തു എന്നെപ്പറ്റി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, താൻ ഒരു പുത്രനായി എന്നേക്കും ദൈവഭവനത്തിലായിരുന്നു. ദേവന്റെ കുമാരനാக കാണപ്പെട്ടാർ. അവൻ ദൈവപുത്രനായി കാണപ്പെട്ടു. ആകയാൽ അവർ എന്നേക്കും പിതാവിന്റെ സമൂഹത്തിലെ വീട്ടിലിരിக்கிறார். അതുകൊണ്ട് എന്നേക്കും അവൻ ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നു. നമ്മുടെ കുമാരനാக இருக்கும்படி அழைக்கப்பட்டிருக்கிறோம். നാമും പുത്രന്മാരായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ്. പുത്രരാக இருந்தால் தான் சுதந்திரத்தை நாம் சுதந்திரித்துக் கொள்ள முடியும். അതുകൊണ്ട് നാം പുത്രന്മാരായിരുന്നാൽ മാത്രമേ അവന്റെ അവകാശത്തെ പ്രാപിപ്പാൻ കഴിയൂ. ആണ്ടവർ നമുക്ക് ഒരു മേന്മயான சுதந்திரத்தை வைத்திருக்கிறார். കർത്താവ് നമുക്കൊരു ശ്രേഷ്ഠമേറിയ അവകാശം വെച്ചിരിക്കുന്നു. നാം അവരുടെ കുമാരനാக இருக்க வேண்டும். അതുകൊണ്ട് നാം എല്ലാവരും അവന്റെ പുത്രന്മാരായി തീരണം. தேவனுடைய ஆவி நடத்தப்படுறார்களோ அவர்கள் தான் தேவபுத்திரராக இருக்கிறார்கள். ആരെല്ലാം ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നുവോ അവരാകുന്നു ദൈവത്തിന്റെ പുത്രന്മാർ. സഹോദരനെ സഹോദരിയെ കർത്താവിനെ അവരുടെ കുമാരനാக കുമാരത്തിயாக അழைத்திருக்கிறார். സഹോദരനെ സഹോദരിയെ, കർത്താവ് നിന്നെ തന്റെ പുത്രനായി പുത്രിയായി വിളിച്ചിരിക്കുകയാണ്. നാം ദേവനുடைய ആവിയിനാൽ നടത്തപ്പെട வேண்டும். നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. അപ്പോൾ അവന്റെ കുമാരരായി നാം നിലത്തിരിക്ക முடியும். അങ്ങനെയെങ്കിൽ മാത്രമേ അവന്റെ മക്കളായി നമുക്ക് ജീവിക്കുവാൻ കഴിയൂ. ഒരു കാലത്തിൽ നാം അവർക്ക് അന്യരാக இருந்தோம். ഒരു കാലത്ത് നാം അവന്റെ അന്യനായിരുന്നു. ഇപ്പോൾ അവരുടെ കുമാരലായി കുമാരത്തികളായി കർത്താവ് നമ്മെ അழைத்து கொண்டு വന്നിരിக்கிறார். എന്നാൽ ഇപ്പോൾ നമ്മെ തന്റെ പുത്രന്മാരായി പുത്രിമാരായി അവൻ നമ്മെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാകുന്നു. ലണ്ടൻ മാനഗറിലെ ഒരു പെണ്ണ് இருந்தாள். ലണ്ടൻ രാജ്യത്തിൽ ഒരു വനിതയുണ്ടായിരുന്നു. അവൾ ഒരു പൈത്യക്കാരിയെ പോലെ കാണപ്പെട്ടാൾ. അവൾ ഒരു ഭ്രാന്തിയെ പോലെ കാണപ്പെട്ടു. ഒരു അഴുക്ക് വസ്ത്രങ്ങളെ ഉടുത്തിരുന്നാൾ. അവൾ വൃത്തിഹീനമായ വസ്ത്രങ്ങൾ ധരിച്ചു. തലയെല്ലാം സടപിടിത്തதாக இருந்தது. അവൾ തലയൊന്നും ചീടി ഒതുക്കാ ജട പിടിച്ചിരുന്നു. അവൾ കുപ്പை തൊട്ടിലെ വിളിക്കുന്നതാണ് அந்த ആഹാരങ്ങളെ പുസിത്ത് ജീവിച്ചു കൊണ്ടുവന്നാൾ. അവൾ ഒരു ചവറ് കൂനയിൽ നിന്നുള്ള ആഹാരങ്ങളാണ് ഭക്ഷിച്ച് ജീവിച്ചത്. അവളുടെ പക്കത്തിൽ ആരാതിൽ പോണാൽ അവൾ சொல்லுவாளாம். അവളുടെ അടുത്ത് ആരെങ്കിലും പോയാൽ അവൾ പറയും, ഞാൻ ഒരു പെരിയ ഇടത്ത് പെണ്ണാക്കും എന്ന് சொல்லுவாளாം. ഞാൻ ഒരു വലിയ ഇടത്തിലെ വനിതയാകുന്നു എന്ന് പറയും. யார் போய் பக்கத்தில் பின்னாலதை அவள் சொல்லிக்கொண்டே இருப்பாள். ആര് പോയി അടുത്ത് നിന്നാലും അവൾ അത് പറയും. யாரிடத்தில் அவர் ஒரு கலவரம் செய்து யாரை அவள் அடித்ததினாலே அவளை போலீஸ் பிடித்துக் கொண்டு போனார்கள். അവൾ ആരോടോ വഴക്കുണ്ടാക്കി
ആരെയോ അടിച്ചതുകൊണ്ട് ഒരു ദിവസം പോലീസ് അവളെ ஒரு പിടിച്ചുകൊണ്ടുപോയി. போலீஸ் அதிகாரி அவளை விசாரித்தால் அவளிடத்தில் அவள் சொல்லிக் கொண்டுதான் பெரியஇடத்து பெண்ணாக்கும் என்று சொல்லிக் கொண்டே இருந்தாள். അപ്പോൾ ആ പോലീസ് അധികാരിയോടും അവൾ ഇപ്രകാരമാണ് പറഞ്ഞ്, ഞാൻ വലിയൊരു ഇടത്തിലെ പെണ്ണ് വനിതയാകുന്നു. ஆகினாலே அவளை அவர் அதிகமாக கொஞ்சம் கொஞ்சமா அவளை குறித்து விசாரித்தார். അപ്പോൾ ആ പോലീസുകാർ അവളെ പറ്റി അല്പാൽപം ശ്രദ്ധിക്കുവാൻ തുടങ്ങി, അന്വേഷിപ്പാൻ തുടങ്ങി. அப்பொழுது உண்மையாகவே அவள் ஒரு பெரிய அதிகாரியுடைய மகள் என்று கண்டுகொண்டார். അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ അവൾ ഒരു വലിയ അധികാരിയുടെ മകളായിരുന്നു. அவள் ஒரு முறை அவள் கடைக்காக போயிருந்த பொழுது ഒരു ദിവസം അവൾ കടയിലേക്ക് പോയപ്പോൾ திருடர்கள் தலையிலே அடித்ததினாலே அவளுடைய மண்டை குழப்பம் உண்டானதுனாலதான் அவள் இப்படி ஆகிவிட்டாள். അവൾ ചില കള്ളന്മാർ അവളുടെ തലയിൽ അടിച്ചതുകൊണ്ട് അവളുടെ തലച്ചോറിന് അഥവാ ഓർമ്മയ്ക്ക് ക്ഷതമേറ്റതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. உண்மையாக அவள் தன்னுடைய தகப்பனிடத்தில் போய் சேர்க்கப்பட்டாள். യഥാർത്ഥമായി അവളെ അവസാനം അവളുടെ അപ്പന്റെ അടുക്കൽ കൊണ്ടുപോയി ചേർത്തു. നമ്മും കൂടെ அப்படிப்பட்ட நிலவரத்தில் தான் நாம் காணப்பட்டோம். നാമും ചിലപ്പോൾ നാമും ഒരു സമയത്ത് അപ്രകാരമുള്ള അവസ്ഥയിലായിരുന്നു. உண்மையாக நாம் தேவனோடு இருக்க வேண்டியவர்கள். എന്നാൽ യഥാർത്ഥമായി നാം ദൈവത്തോട് ചേർന്നിരിക്കേണ്ടുന്നവരാണ്. നാം ദേവനെ വിട്ട് നാം എങ്കോ അലഞ്ഞു തിരിഞ്ഞു കൊണ്ടിരുന്നോ. നാം ദൈവത്തെ വിട്ട് എവിടെയൊക്കെയോ അലഞ്ഞ് തിരിയുന്നവരായിരുന്നു. പാപക്കുഴിയിലും ഉളയാതെ ചേറ്റിൽ നാം സിക്കിയിരുന്നോ. പാപത്തിന്റെ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും നാം അകപ്പെട്ട് കിടന്നു. ആണ്ടവരോ നമ്മെ തൂക്കി എടുത്തിരിക്കുകയാർ. കർത്താവോ നമ്മെ അവിടെ നിന്ന് എടുത്തുയർത്തിയിരിക്കുന്നു. പ്രഭുക്കളോട് സിംഹാസനത്തിൽ ഉட்காரும்படி ചെയ്തിരിക്കുകയാർ. തന്റെ പ്രഭുക്കന്മാരോടുകൂടി സിംഹാസനത്തിൽ ഇരുത്തുവാൻ അവന് പ്രസാദം തോന്നി. സിംഹാസനത്തെ നമുക്കാக வைத்து കാത്തിരിക്കുകയാർ. ഇനിയും ഒരു മഹത്വമുള്ള സിംഹാസനം നമുക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നു. ആണ്ടവർ എന്നേക്കും ജീവിക്കുന്നതാണ് ദേവനാக இருக்கிறார். നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിക്കുന്ന ദൈവമാകുന്നു. വാനവും இந்த സർവ്വ സേനയും കരഞ്ഞു പോകുന്നത്. ആകാശവും അതിലെ സകല സൈന്യവും ഇല്ലാതെയായി തീരുവാൻ പോകുന്നു. വാനങ്ങൾ ഒരു പുസ്തകത്തെ പോലെ സുരുട്ടപ്പെട പോകുന്നത്. ഈ ആകാശം ചുരുൾ പോലെ മാറിപ്പോവാൻ പോകുന്നു. അവരുടെ സർവ്വ സേനകളും ദ്രാക്ഷ ചെടിയുടെ ഇലകൾ ഉതിരുന്നത് പോലെ ഉതിർന്നു പോകുന്നത്. അവന്റെ സകല സൈന്യവും ഒരു മുന്തിരി ചെടിയുടെ ഇലകൾ വീണു പോകുന്നത് പോലെ വീണു പോകുവാനിടയാകും. അത്തിമരത്തിന്റെ കായ്കൾ ഉതിർന്നത് പോലെ എല്ലാ നക്ഷത്രങ്ങളും ഉതിർന്നു പോകുന്നത്. അത്തി മരത്തിന്റെ കായ് ഉതിർന്നു പോകുന്നത് പോലെ എല്ലാ നക്ഷത്രങ്ങളും ആകാശത്ത് നിന്ന് ഉതിർന്നു വീണു പോകും. നമ്മുടെ ദേവനോ ഇരിക്കുന്നവരാകവേ ഇരുപ്പാ. എന്നാൽ നമ്മുടെ ദൈവമോ അവൻ ഇരിക്കുന്നവനായി എന്നേക്കും നിലത്തിരിക്കുന്ന ദേവനാக இருப்பார். അവൻ എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാകുന്നു. അവൻ എന്നേക്കും ജീവിക്കുന്ന ദേവനാக இருப்பார். അവൻ എന്നേക്കും ജീവിക്കുന്ന ദൈവമാകുന്നു. ഒരു പെരിയ നമ്പിക്കൈ ആണ്ടവർ നമുക്ക് തന്നിരിക്കുകയാർ. അങ്ങനെ ഒരു വലിയ വിശ്വാസം പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. സഹോദരനെ സഹോദരിയെ, പ്രിയ സഹോദര സഹോദരി, എന്നേക്കും നിലത്തിരിക്കக்கூடிய ഒരു മാറാத ദേവനെ ആരാധിക്കുന്ന ഭാഗ്യത്തെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാർ. എന്നേക്കും ജീവിക്കുന്ന നിലനിൽക്കുന്ന ഒരു മാറാത്ത ദൈവത്തെ ആരാധിക്കാനുള്ള വലിയ സൗഭാഗ്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നുവല്ലോ. മോശയ്ക്ക് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയ പോது சொன்னான், இருக்கிறவராகவே இருக்கிற தேவன் என்று சொன்னார். മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞു. இருக்கிறேன் என்பவனை என்னை உங்களிடத்தில் அனுப்பினார். ഞാൻ ആകുന്നവൻ എന്നവനാണ് നിന്നെ അയച്ചിരിക്കുന്നത്. நான் ஆபிரகாமுக்கு சர்வ வல்லமையுள்ள தேவன் என்கிற நாமத்திலே தான் நான் அறியப்பட்டேன். അബ്രഹാമിന് ഞാൻ സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെട്ടത്. ஆபிரகாம் ஈசாக்கு யாக்கோபுக்கு நான் சர்வ வல்லமையுள்ள தேவனாக என்னை வெளிப்படுத்தினேன். അബ്രഹാമിനും ഇസ്സാക്കിനും യാക്കോബിനും ഞാൻ ഒരു സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെട്ടത്. യഹോവ എന്ന നാമത്തിനാലെ അവർക്ക് അറിയപ്പെടവിல்லை. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഒരു നാളും ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. ஆனால் நமக்கோ கர்த்தர் யெகோவாவாக இருக்கிறார். എന്നാൽ നമുക്കോ അവൻ യഹോവയായ ദൈവമാകുന്നു. മോശയ്ക്കോ കർത്തർ இருக்கிறவராக இருக்கிற നാമത്തോടെ അവനുക്ക് തന്നെ വെളിപ്പെടുത്തിനാർ. മോശയ്ക്കോ അവൻ ഞാനാകുന്നു എന്ന നാമമുള്ളവനായി വെളിപ്പെട്ടു. നമ്മുടെ ദേവൻ എന്നേക്കും ഇരിക്കുന്ന ദേവൻ. നമ്മുടെ ദൈവം എന്നേക്കും ഇരിക്കുന്നവൻ. അവർ മാറാത്ത ദേവൻ. അവൻ മാറാത്ത ദൈവം. അവർ അழிയാത്ത ദേവൻ. അവൻ നശിച്ചു പോകാത്ത ദൈവം. സർവ്വവ്യാപിയാകിയ ദേവൻ. അവൻ സർവ്വവ്യാപിയായ ദൈവം. നിത്യനിത്യமாக നിലത്തിരിക്കக்கூடிய ദേവൻ. യുഗായുഗമായി നിലനിൽക്കുവാൻ കഴിയുന്ന ദൈവം. அந்த தேவன் மாத்திரமல்ல, ആ ദൈവം മാത്രമല്ല, அந்த தேவனுடைய சாயலின்படி ரூபத்தின்படி சிருஷ்டிக்கப்பட்ட மனிதனும் அவ்விதமாக இருக்கும்படியாகவே சிருஷ்டிக்கப்பட்டான். ആ ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും അതേ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും കൂടി അതുപോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നു. ஆனால் அவனோ அந்த நித்தியத்தை இழந்து போனான். എന്നാൽ ആ മനുഷ്യനോ അവന്റെ നിത്യത നഷ്ടമാക്കി. ஆண்டவரோ தம்முடைய குமாரன் மூலமாக அந்த நித்திய அனுபவத்தை நமக்கு தந்திருக்கிறார். എന്നാൽ ദൈവമോ തന്റെ പുത്രൻ മുഖാന്തരം ആ നിത്യതയുടെ അനുഭവത്തെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. தேவன் மனுஷனை குறித்து வைத்திருக்கிற நோக்கம் என்ன? ദൈവം മനുഷ്യനെ
കുറിച്ച് വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണ്? தான் சிருஷ்டித்த எல்லாமே அழிந்து போய்விடும், ஆனால் தன் ரூபத்தின்படி மனிதன் என்னென்றைக்கும் தன்னோடு இருக்க வேண்டும் என்பதற்காகத்தான் மனிதனை சிருஷ்டித்தார். താൻ സൃഷ്ടിച്ചതെല്ലാം മാറിപ്പോവാനിടയാകും, എന്നാൽ തന്റെ അതേ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ എന്നേക്കും തന്നോടുകൂടി ആയിരിക്കണമെന്ന് ഈ ദൈവം വാഞ്ചിക്കുന്നു. எல்லாமே அழிந்து போய்விடும், സകലതും മാറിപ്പോകും, സകലവും മാറി പോய்விடும், എല്ലാം നശിച്ചു നമ്മുടെ പോവാനിടയാകും. தேவன் என்றென்றைக்கும் நிலைத்திருப்பார். എന്നാൽ നമ്മുടെ കർത്താവോ എന്നേക്കും നിലനിൽക്കും. நாமும் அவரோடு கூட என்னென்றைக்கும் நிலைத்திருப்போம். നാമും അവനോടുകൂടി എന്നേക്കും നിലനിൽക്കുന്നവരാകണം. அவைகள் எல்லாம் அழிந்து போய்விடும், അവയെല്ലാം മാറിപ്പോകും. நீரோ நிலைத்திருப்பி. നീയോ അനന്യനാകുന്നു. அவைகள் எல்லாம் வஸ்திரம் போல பழமையாയി போய்விடும், അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ஆனால் அவரோ என்னென்றைக்கும் நிலைத்திருப்பார். എന്നാൽ അവനോ എന്നേക്കും നിലനിൽക്കും. நாமும் கூட அவரோடு கூட என்னென்றைக்கும் സിയോനിലും യെരൂശലേമിലും நாம் காணப்படுவோம். നാമും അവനോടുകൂടി എന്നേക്കും സിയോനിലും പുതിയ യെരൂശലേമിലും കാണപ്പെടണം. நாம் என்னென்றைக்கும் நம்முடைய கர்த்தரோடு கூட இருப்போம். നാം എന്നേക്കും നമ്മുടെ കർത്താവിനോടുകൂടി ആയിരിക്കണം. அந்த நம்பிக்கையோடு கூட நாம் இந்த ஜீவியத்தை நாம் தொடர்ந்து செய்வோம். അപ്രകാരമുള്ള വിശ്വാസത്തോടെ പ്രത്യാശ